സൽമാൻ ഖാനെ കോഴിക്കോടുള്ളത്. ബാൻഡിറ്റ് എന്നുള്ള പേര് വന്നത് തന്നെ കുറച്ച് റബൽ ആയതുകൊണ്ട്. അതാണ് നമ്മളെ മൂഡ് അതായിരുന്നു. അന്നൊക്കെ ബീച്ചിൽ നമ്മൾ സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ പോലീസൊക്കെ ഉണ്ടാവും. നമ്മളെ പിടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. നമ്മൾ ഡിവൈഡറിന്റെ ഇപ്പുറത്ത് ഉണ്ടാവുക, പോലീസ് അപ്പുറത്ത്. ആ സമയത്ത് അതൊരു ട്രെൻഡായി വരുന്ന സമയമാണ്. ഷോറൂമുകളിൽ ശരിക്കും ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ നേരെ ഷോറൂമിൽ നിന്നും ബാൻഡിറ്റ് ഹോസ്റ്റലിലേക്ക് വരാന്നുള്ളൊരു കൾച്ചർ. ആളുകൾ വണ്ടി എടുക്കുന്നതിന്റെ മുന്നേ തന്നെ ബുക്ക് ചെയ്ത വിവരങ്ങൾ വരെ നമ്മളവിടെ വന്നിട്ട് ബുക്ക് ചെയ്യും. അപ്പോൾ ഓൺ ബ്രാൻഡ്സ് ശരിക്കും ചെയ്യുമ്പോൾ നിങ്ങളെ പ്രോഫിറ്റബിലിറ്റി കൂടും. എങ്ങനെയാണ് അതിൻ്റെ? യെസ്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ 2 ബ്രാൻഡാണ് ബാൻഡോസിന് നിലവിൽ നമ്മളായിട്ടുള്ളത്. ഇൻ ഹൗസ് ബ്രാൻഡ്സ് എന്ന് പറയുന്നത് 2 ഓട്ടോമോട്ടീവിലുള്ള ലീഡിങ് ആയിട്ടുള്ള ബ്രാൻഡാണ്. ഓഫ് കോഴ്സ് നമ്മൾ ആ ബ്രാൻഡും കൂടെ ബാൻഡോസിന് അണ്ടറിൽ വരുന്ന സമയത്ത് ഗ്രോസ് പ്രോഫിറ്റ് കൂടാനും വാല്യൂ കൂടാനുള്ള സാധ്യത വളരെ, കാരണം നമ്മൾ SKU ഒക്കെ ഭയങ്കര കൂടുതൽ. ഇപ്പോൾ നമുക്കൊരു 6000+ SKUs നിലവിലുണ്ട്. 6000+ SKUs ആരെങ്കിലും മോട്ടോർ സൈക്കിൾ ആക്സസറീസിന് അത്ര ഉണ്ട് എന്ന് പറയാൻ വിശ്വസിക്കും. 2020 15,000 ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു സ്റ്റേഡിയം നമ്മൾ ഉണ്ടാക്കി, ഗാലറി ചെയ്ത്, ട്രാക്ക് നമ്മൾ ഉണ്ടാക്കി, FMX റൈഡേഴ്സിന് നമ്മൾ ഡയറക്റ്റ് ഒരു ഏജൻസിക്ക് കൊടുത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് അവരെ കണക്ട് ചെയ്തിട്ട് സെബാസ്റ്റ്യന് തോമസ് 2020 അവർ വന്ന് തൃശ്ശൂർ എന്ന് പറയുന്ന നഗരം കൊണ്ട് അവർ ഇപ്പോൾ കോഴിക്കോടുകാർക്ക് സെബാസ്റ്റ്യനോടുള്ള ഇഷ്ടം എന്താണ്, അല്ലെങ്കിൽ അയാൾ എത്രമാത്രം ഷോ ഉണ്ട്. ഈ സാധനം എനിക്ക് 2020 സെബാസ്റ്റ്യൻ തന്നതാണ്. ഇത് എന്തുകൊണ്ട് ബാൻഡോസിനോ മുർഷിദ് ബാൻഡോസിനോ ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുർഷിദ് ബാൻഡോസും ബാൻഡോസും ഒക്കെ ഉണ്ടായത് ഈ ഒരു സ്പോട്ടിൽ നിന്നാണ്. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സും നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കഴിഞ്ഞ മാസം കോഴിക്കോട് ഒരു വമ്പൻ ഇവൻ്റ് നടന്ന്, സൽമാൻ ഖാൻ വന്ന ഇവൻ്റ്. ഇങ്ങനത്തെ ഇവൻ്റൊക്കെ പുൾ ഓഫ് ചെയ്യാൻ നമ്മൾ കോഴിക്കോടുകാർക്കും പറ്റും എന്ന് തെളിയിച്ചൊരു ഇവൻ്റ്, കേരളം മൊത്തം ചർച്ചാ വിഷയമായ ഇവൻ്റ്. അത് ചെയ്തത് ബാൻഡിഡോസിൻ്റെ മുർഷിദാണ്. മുർഷിദ് ആക്ച്വലി മൂപ്പർ അത് പാഷൻ കാരണം ചെയ്തതാണ്. പക്ഷെ ശരിക്കുള്ള ബിസിനസ് എന്താ അറിയോ? ദേ ആർ ദ നമ്പർ 1 മോട്ടോർ സൈക്കിൾ ആൻഡ് റൈഡർ ആക്സസറീസ് ബ്രാൻഡ് ഇൻ ഇന്ത്യ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ നിന്നുള്ളൊരു ബ്രാൻഡാണ് ഇന്ത്യയിലത്തെ ഏറ്റവും വലുത്. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണത് എങ്ങനെയാണ് ആ ബ്രാൻഡ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് അവർ നമ്പർ 1 ആയത്. സോ സമയമല്ല മെനക്കെടുത്തേണ്ട, മുർഷിദിന് കുറേ പിന്നാലെ എടുത്തിട്ടാണ് കിട്ടിയത്. സോ ലെറ്റ്സ് വെൽക്കം മുർഷിദ് ഓൺ ടു ദ ഷോ. മുർഷിദ്, വെൽക്കം ടു ഇക്കോം ഷോ. നിങ്ങളെ പിന്നാലെ നടന്നേരം നമുക്ക് കിട്ടി. പക്ഷെ അത് നമുക്ക് മനസ്സിലാവും, നിങ്ങൾ ഭയങ്കര ബിസിയാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ആ ബാൻഡിഡോസ് എന്നുള്ള ബ്രാൻഡ് തുടങ്ങിയത്. നമുക്ക് ഡ്രൈവിൽ സംസാരിച്ചാലോ? ഓക്കെ, ഡൺ, ലെറ്റ്സ് ഡു ദാറ്റ്. എനിക്ക് എവിടെ നിന്നാണ് ആക്ച്വലി മുർഷിദിന്റെ ആ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്? ഐ വാണ്ട് ബാക്ക് ഫ്രം യുവർ സ്കൂൾ ഡേയ്സ്. ഓൾ റൈറ്റ്. ഞാൻ ശരിക്കും എൻ്റെ 10th വെക്കേഷനിലാണ് ബൈക്കിംഗ് എന്നുള്ള സാധനത്തിലേക്ക് എന്താ പറയുക, ഒരു മുന്നിട്ടിറങ്ങാന്ന് പറയില്ല. അപ്പം 10th വെക്കേഷനിൽ ലൈസൻസ് ഇല്ലാത്ത 16 വയസ്സിൽ നമ്മൾ ആദ്യം 2 സ്ട്രോക്ക് ബൈക്കിന്റെ റെവല്യൂഷനാണ്. ആ സമയത്ത് RX 100, 135, RXG 5 സ്പീഡ്, ഇങ്ങനെ അന്ന് 2 സ്ട്രോക്ക് ആണ് ഏറ്റവും കൂടുതൽ ഒരു ഭ്രാന്ത് എന്ന് പറയുന്നത്. ഇതിന് ചേംബർ, ഇതിന് കുറെ, ഇപ്പൊ നമ്മൾ എക്സോസ്റ്റ് ഒക്കെ മാറ്റുന്നത് 2 സ്ട്രോക്കിൽ സൈലൻസർ മാറ്റുന്നതിൽ ചേംബർ എന്ന് പറഞ്ഞ സംവിധാനം റേസിംഗ് ബൈക്കിനൊക്കെ ഉണ്ടാക്കി.
അപ്പൊ നമ്മള് +1 Yamaha +2 600. ആ +1 +2 ടൈമില് 10th വെക്കേഷനിൽ തന്നെ ബൈക്ക് വാങ്ങിച്ച് നമ്മൾ അങ്ങനെ അന്നൊരു ഗ്രൂപ്പ് ഫോം ചെയ്തു. ആ കോഴിക്കോട് ബീച്ചിൽ നമ്മൾ ആ 2 സ്ട്രോക്കിന്റെ എല്ലാവരും കൂടെ ഗ്യാദർ ചെയ്യും. കോഴിക്കോട് ബീച്ചിൽ ബൈക്ക് വീലിംഗ് പരിപാടികൾ. ആ അന്നൊന്നും ഇത്ര തിരക്കില്ല ബീച്ചില്. ആ അപ്പൊ നമ്മൾ വീലിംഗ്, അപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്ത് 2006, അതായത് ആ വെക്കേഷൻ ടൈമിൽ തന്നെ. അതാണ് ബാൻഡിഡ് ബൈക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഫസ്റ്റ് ആ ഒരു പ്രൊഫഷണൽ സ്റ്റണ്ട് റൈഡിങ് ടീം. കാരണം നമ്മൾ അന്ന് ടീം ഫോം ചെയ്തിട്ട് നമ്മൾ പല ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് സ്റ്റണ്ട് ഷോ പെർഫോം ചെയ്യാൻ തുടങ്ങി. ഓ അപ്പൊ നിങ്ങള് ലൈസൻസ് ഇല്ലാണ്ട് തന്നെ 16-ാം വയസ്സിൽ സ്റ്റണ്ടുകളും സ്റ്റണ്ട് നമ്മൾ പ്രാക്ടീസ് ആണ് ചെയ്യാൻ തുടങ്ങിയത്. പെർഫോമൻസ് ഷോ തുടങ്ങിയത് 18 വയസ്സായതിനു ശേഷമായി. ഓക്കെ 2009 ആദ്യത്തെ ഫസ്റ്റ് ഷോ വരുന്നത് ക്രിസ്ത്യൻ കോളേജിലാണ്. ആ ക്രിസ്ത്യൻ കോളേജിൽ ചെയ്തപ്പോൾ കുറെ മീഡിയ അറ്റൻഷനും കുറച്ച് സീരിയസ് ആയി. കാരണം അതുവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ റോഡിൽ പ്രാക്ടീസ് ചെയ്യാൻ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്പോട്ടുകളൊന്നുമില്ല, പ്രൈവറ്റ് ഏരിയകളൊന്നുമില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും രാത്രി ഒക്കെ ബീച്ചിൽ അതുപോലെ ആളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ. അപ്പൊ അങ്ങനെ അവിടുന്ന് സ്റ്റണ്ട് റൈഡിങ് 2011 കൂടിയിട്ട് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയി. നമ്മളൊരു പാൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ബിക്കോസ് നമ്മളെ ക്രിസ് ഫൈഫർ എന്ന് പറഞ്ഞിട്ട് വേൾഡിലെ റിനോഡ് സ്റ്റണ്ട് റൈഡർ ഉണ്ട്. ഈസ് വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ക്രിസ് ഫൈഫർ ഇന്ത്യ വിസിറ്റിലേക്ക് വരുന്ന സമയത്ത് 2011 നമുക്കൊരു ചാൻസ് കിട്ടുകയാണ് ആളെ കൂടെ പെർഫോം ചെയ്യാനാണ്. ഓ അപ്പൊ അതുവരെ നിങ്ങള് കോളേജ് ഇവന്റ്സിലാണോ? കോളേജുകളിൽ അങ്ങനെ നമ്മളൊരു വലിയ ഒരു പ്രൊഫഷണൽ ആയിട്ടില്ല. എന്നാൽ നമ്മൾ പ്രൊഫഷണലി പറയുമെങ്കിൽ കൂടെ നമ്മൾ അപ്പോഴും ഇല്ലീഗൽ കുറച്ച് റബൽ മൂഡിൽ റോഡിലൊക്കെ സ്റ്റണ്ട് ചെയ്യാം. നമുക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കച്ചറയാണ്. ആ ഒരു മൂഡിലാണ് സത്യത്തിൽ പോയിട്ടുണ്ടായത്. 2011 നമ്മള് ഈ ബാംഗ്ലൂർ ഷോ ചെയ്തപ്പോ നമുക്കൊരു വലിയൊരു മൈൽ സ്റ്റോൺ ആണ് എന്റെ കരിയറിൽ. അത് ബാംഗ്ലൂരിൽ ചെയ്തതോട് കൂടിയിട്ട് ആളെ കൂടെ ഗംഭീരവ സ്റ്റേഡിയത്തിലാണ് ചെയ്യണത് ബാംഗ്ലൂർ. അത് ശരിക്കും ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി. ടീം എസ്റ്റാബ്ലിഷ് ആയി. സ്റ്റണ്ട് റൈഡിങ് പിന്നെ പല ബാൻഡിഡ് ബൈക്കേഴ്സ്. ബാൻഡിറ്റ് എന്നുള്ള പേര് വന്നത് തന്നെ കുറച്ച് റബൽ ആയതുകൊണ്ട്. അതാണ് നമ്മളെ മൂഡ് അതായിരുന്നു. അന്നൊക്കെ ബീച്ചിൽ നമ്മൾ സ്റ്റണ്ട് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ പോലീസൊക്കെ ഉണ്ടാവും. നമ്മളെ പിടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. നമ്മൾ ഡിവൈഡറിന്റെ ഇപ്പുറത്ത് ഉണ്ടാവുക, പോലീസ് അപ്പുറത്തുണ്ടാവും. പക്ഷെ അതൊക്കെ ഭയങ്കര തെറ്റായിരുന്നു എന്നുള്ളത് പിന്നീട് നമ്മൾ റിയലൈസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ എൻവയോൺമെന്റിലേക്ക് മാറി. അങ്ങനെ ആളുകളെ പഠിപ്പിക്കാൻ തുടങ്ങി, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതൊക്കെ. എനിക്ക് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒക്കെ അതിന്റെ അകത്ത് ഫുൾ റബലാണല്ലോ. നമ്മളെ ഈ പ്രായത്തിലുള്ള ആരെങ്കിലും ഇത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കോഴിക്കോട് ഉള്ളവരായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവരൊക്കെ ഈ ബാൻഡിഡ് ബൈക്കേഴ്സിന്റെ ഈ ബീച്ചിൽ പെർഫോം ചെയ്യണത് അല്ലെങ്കിൽ ഈ സ്റ്റണ്ട് കാണാൻ വേണ്ടിയിട്ട് അന്ന് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഒന്നുമില്ല. മൗത്ത് ടു മൗത്ത് ആളുകൾ പറഞ്ഞു കേട്ടിട്ട് മലപ്പുറത്തുനിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് കോഴിക്കോടിന്റെ ഇപ്പോഴത്തെ കോർപ്പറേഷൻ ഓഫീസായി നമ്മൾ ആദമിന്റെ ചായക്കട ആ റോഡ്, അവിടെ ആളുകൾ വൈകുന്നേരം ആവുമ്പോ കൂട്ടമായിട്ട് നമ്മളെ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് അതായത് വരാനുണ്ടാവോ എല്ലാ സൺഡേ വൈകുന്നേരമാണ് നമ്മള്. സൺഡേ വൈകുന്നേരം നമ്മളെ കാത്തിട്ട് ഒരു കൂട്ടാളുകൾ റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട്. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ട് ആളെ വിളിക്കുന്നൊന്നല്ല. ആൾക്കാർ മൗത്ത് ടു മൗത്ത് ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഒരു ടീമുണ്ട് നമ്മളെ വീലിംഗ് കാണാൻ വേണ്ടിയിട്ട്. അവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട് വരിക ചെയ്യാം. ഗ്രൂപ്പായിട്ട് നമ്മൾ വീൽ ചെയ്ത് ഇങ്ങനെ പോയിട്ട് ഇൻ കേസ് നമ്മൾ അഥവാ വീണ് പോയിട്ടുണ്ടെങ്കിൽ ആളുകൾ പിടിച്ച് തല്ലുകയും ചെയ്യും. ആ ലെവലാണ് ഇതിന്റെ. ഈ കൈയടിക്കുന്ന ആൾക്കാരെന്നാണ് സത്യത്തിൽ പലപ്പോഴും വീഴാണെങ്കിൽ ഇതൊക്കെ അടിയും കിട്ടും. ഒരു നൂലുമലുള്ള കളിയാണ്. കറക്റ്റ്. പക്ഷേ ആ ഒരു അഡ്രിനാലിൻ റഷ് ഭയങ്കരമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ പോയി പിന്നീട് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ തുടങ്ങി. അത് നമ്മൾ പല ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പല സിനിമകളിൽ നമ്മൾ സ്റ്റണ്ട് ഷോ പെർഫോം ചെയ്ത് കോളേജുകളിൽ ചെയ്ത് പിന്നീട് അങ്ങോട്ട് നല്ല ടൈമായിരുന്നു അതൊക്കെ. പക്ഷേ ഇതൊന്നും കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് നമ്മളൊരു ടീമാണല്ലോ. സത്യത്തിൽ അത് നമ്മളെ ഈ സ്റ്റണ്ട് ബൈക്കോ നമ്മളെ പരിപാടി ആക്ടിവിറ്റിക്ക് തന്നെ ഇത് തികയോ നമുക്കിത് ലൈഫ് ലോങ് കൊണ്ടുപോകാന്നുള്ളതിനുള്ള ഒരു സംവിധാനം ഇല്ല നമുക്ക്. അതായത് ഇത് മാത്രം ജീവിതത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ നെവർ ഒരു വലിയ ഇൻകം ഉണ്ടാക്കാൻ പറ്റില്ല, ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ കോളേജ് ടൈമിലേക്കൊക്കെ ഇത് ബെസ്റ്റ് ആണ്. യു വിൽ ബിക്കം എ കോളേജ് ഹീറോ. പിന്നെ നമ്മൾ കോളേജ് അപ്പൊ പഠിച്ചത് കോഴിക്കോട് തന്നെ. അപ്പം ആ സമയത്ത് നമുക്ക് ഭയങ്കര ഫെയിം ഉണ്ട്. പക്ഷേ
അത് കഴിഞ്ഞിട്ടുള്ള കോളേജ് കഴിഞ്ഞിട്ട് വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളതിൽ വലിയ പ്രശ്നമാണ്. തെറിച്ച് നടക്കുക. അതെ അതെ, സത്യത്തില് പിള്ളേരെന്ന് പറയുന്ന കൂട്ടത്തിൽ ബ്യൂട്ടിഫുൾ ടൈമാണ്. ലൈഫിൽ ഏറ്റവും നല്ല ടൈമാണ് ആ ഒരു +2 കോളേജ് ടൈം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഇങ്ങനെ ഒരു അഭ്യാസം കയ്യിലുള്ളതുകൊണ്ടാണ്. പക്ഷെ ഭയങ്കര പേടി കോളേജ് കഴിഞ്ഞാൽ പിന്നെ വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളതിന്. കാരണം പലരും കൂടെ ഉണ്ടായിരുന്നവർ ഗൾഫിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തി. കൾച്ചർ അങ്ങനെ. ആൻഡ് ദെൻ ഞാൻ സത്യത്തില് കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ ഇപ്പൊ നമ്മളെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് കൊണ്ടുപോകാന്നുള്ള എന്നെ ആദ്യമേ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ ഇത് അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പൊ ഞാന് എന്തെങ്കിലും ഒരു ജോലി നോക്കാന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഗൾഫിൽ പോണതിന് പകരം നാട്ടിൽ നിന്നൊന്ന് മാറിക്കാം. കാരണം നാട്ടിൽ വീസ എടുത്ത് വിടും. അപ്പൊ നാട്ടിൽ നിന്നൊന്ന് മാറിയാൽ മതി വീട്ടുകാരെ സംബന്ധിച്ചോ. അപ്പം ഞാൻ കൊച്ചിയിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടി. 6 മാസം ആ കമ്പനിയിൽ ഒരു അഡ്മിൻ പോസ്റ്റിൽ വെറുതെ കയറിയതാണ്. എനിക്കിപ്പോ ഗൾഫിൽ പോകുന്നതിനൊന്ന് മാറിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോർപ്പറേറ്റ് കമ്പനിയിൽ അങ്ങനെ ഒരു 6 മാസം വർക്ക് ചെയ്ത് 6 മാസം വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അതിന്റെ ഇടയിൽ സ്റ്റണ്ട് പെർഫോമൻസ് നമ്മൾ പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ റേസും നമ്മൾ പല രൂപത്തിലായിട്ട് റേസും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. തൃശ്ശൂരാണ് ഞാൻ റേസ് പ്രാക്ടീസ് ചെയ്യാൻ പോവാറ്. അത് റേസ് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇവിടെ ചെയ്യണ്ടായിരുന്നു കേരളത്തില്. റേസ് ഓർഗനൈസ്ഡ് ആയിട്ട് ഉണ്ടായത് തൃശ്ശൂരാണ്. തൃശ്ശൂരും എറണാകുളത്തൊക്കെയാണ്. കോഴിക്കോട് റേസ് വളരെ വളരെ മിനിമൽ ആയിട്ടുള്ളൂ. തൃശ്ശൂരാരും കൊച്ചിയിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടാണ് കോഴിക്കോട്ടുകാർ റേസിന് സപ്പോർട്ട് ചെയ്യാറ് ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത്. ഞാനൊക്കെ ആ റേസ് പണ്ട് ഓടിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു. അപ്പൊ ഇവിടെ ചെറിയ റേസുകളാണ് ഡേർട്ട് ബൈക്ക് റേസ്. അപ്പൊ അതിനുള്ള ബൈക്ക് വേറെ തന്നെ അല്ലേ? വേറെ തന്നെ നമ്മൾ ബൈക്ക് ബിൽഡ് ചെയ്യണം. അപ്പൊ എന്റെ ബൈക്കൊക്കെ തൃശ്ശൂരാ ബിൽഡ് ചെയ്യാറ്. അങ്ങനെയാണ് തൃശ്ശൂർ ഒരു ഗ്രിപ്പ് ആവണം. അപ്പൊ കോളേജ് ടൈമിൽ തന്നെ വീക്കെൻഡ്സിലൊക്കെ നമ്മള് തൃശ്ശൂർ പോയിട്ട് തൃശ്ശൂരിന് ബൈക്ക് ബിൽഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ജോലി 6 മാസം കഴിഞ്ഞ ബൈക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കോളേജ് ടൈമിൽ തന്നെ. ഉണ്ട്, ആ ബൈക്ക് ഉണ്ട്. റേസിംഗ് ബൈക്ക് വേറെ തന്നെ, നമുക്ക് റോട്ടിൽ ഓടിക്കാൻ പറ്റില്ല. അപ്പൊ കോളേജ് കഴിഞ്ഞ് പിന്നെ ഈ ജോലി കഴിഞ്ഞ് അപ്പോഴാണ് ഈ റേസും ബൈക്കും ഒക്കെ ആയിട്ട് തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് അതൊന്നൊരു നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ്. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ജോലിയായിട്ട് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള ജോലിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. കറക്റ്റ്. അപ്പൊ പക്ഷെ അതൊന്നും നമുക്കൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സാധനം നമ്മള് വരണല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിക്കുന്നത് ഒരു സ്കോപ്പ് അവിടെ ഞാൻ കാണാൻ കാരണം എന്നെ പോലെ കുറെ ആൾക്കാരെ ഇതിലേക്ക് വീണ്ടും വീണ്ടും എനിക്ക് കാണാൻ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റി ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളെ ഞാൻ ആ ജേർണിയിൽ കാണാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ പോലെ ആഗ്രഹിക്കുന്ന ബൈക്കർ ആവാനും സ്റ്റണ്ട് റൈഡിങ്ങും റേസിങ്ങും റൈഡിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഗ്രോ ചെയ്ത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആൾക്കാർ അങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഓർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ലൈഫിൽ ഒരു പുതിയ സ്കോപ്പോ ഒരു ബിസിനസ്സിന് സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം പഠിപ്പിക്കാൻ ഇറങ്ങിയോ? അല്ല, മോട്ടോർ സൈക്കിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പൊ ഞങ്ങൾ തന്നെ ഇപ്പൊ പല സാധനങ്ങളും ബൈക്കിന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ പുറത്തുനിന്നൊക്കെയാണ്. കേരളത്തിലൊന്നും അത്ര അവൈലബിലിറ്റി ഇല്ല. ഇപ്പൊ നല്ല ഹെൽമെറ്റ് വേണമെങ്കിൽ, നല്ല ജാക്കറ്റ് വേണമെങ്കിൽ. അന്നൊന്നും ഹെൽമെറ്റ് മാൻഡേറ്ററി അല്ല. അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഹെൽമെറ്റ് ഒന്നും ഇവിടെ വിഷയമുള്ളതല്ല. അപ്പൊ ഹെൽമെറ്റ് മാർക്കറ്റ് ഒന്നും അത്ര അടിപൊളിയല്ല. ഇവിടെ നല്ല സാധനങ്ങൾ കിട്ടാനുണ്ട്, കാരണം ബയേഴ്സ് ഇല്ല. വെരി നീഷ് മാർക്കറ്റ് അല്ലേ? അതെ. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് നമ്മളെ ചുറ്റുപാടുള്ള പലർക്കും ഇതൊക്കെ വേണം, അതൊന്നും കിട്ടാനില്ല. നമ്മൾ ദുബായിൽ നിന്ന് സോഴ്സ് ഔട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു ബിസിനസ്സിന് സാധ്യത ഉണ്ട്. പക്ഷെ അതിന് മാത്രം കസ്റ്റമേഴ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ താരതമ്യേന അത് ഉണ്ടായി വരുന്നുള്ള ഒരു പ്രതീക്ഷ. കാരണം നമ്മളെ മൈൻഡ് സെറ്റ് ഉള്ള ഒരേ ആൾക്കാരെ ഈ ജേർണിയിൽ ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓർക്കൊക്കെ അത് വേണം. അതൊരു ഫുൾഫിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഒരു ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ആവുന്നുള്ള ഒരു സാധനം. അപ്പാർട്ട് ഫ്രം മേക്കിംഗ് മണി, ആൾക്കാരൊക്കെ അങ്ങനെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് പല സാഹചര്യത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അതൊക്കെ പല രൂപത്തിൽ ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പൊ ഒരു ബിസിനസ് ആക്കിയാൽ അടിപൊളിയാണെന്നുള്ള ഒരു അവസ്ഥയിലെത്തി. അങ്ങനെ നമ്മള് ബാൻഡിഡോസ് എന്ന് പറയുന്ന സ്ഥാപനം കോഴിക്കോട് 2011-12 ലിങ്ക് റോഡില്, കോഴിക്കോട് ലിങ്ക് റോഡില് ചെറിയൊരു 200 സ്ക്വയർ ഫീറ്റില് നമ്മളൊരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത് മോട്ടോർ സൈക്കിൾ ആക്സസറീസ്. കോഴിക്കോട് എത്താൻ കാരണം? കോഴിക്കോട്ടാണല്ലോ ഞാന്. കോഴിക്കോട് എന്റെ ഹോം ഗ്രൗണ്ട് കോഴിക്കോടാണ്. അപ്പൊ ഞാൻ കോഴിക്കോട് തന്നെ തുടങ്ങാം. അപ്പോഴാണ് എന്റെ സ്റ്റെൻ ടീമും ബാക്കി ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ കൂടെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. എന്റെ വിചാരിച്ച ജീവിതത്തിലേക്ക് തന്നെ എനിക്ക് പോയി ബിസിനസ് ഇപ്പം ഉണ്ടെങ്കിൽ. കറക്റ്റ്. പക്ഷെ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തൊരു ഞാൻ
ഈ സാധനം തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് തന്നെ പർച്ചേസ് പാളി. അത് നമ്മൾ റിയലൈസ് ചെയ്യണില്ല അത് ഇതിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ ഈ ബാംഗ്ലൂർ മാർക്കറ്റിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സത്യത്തില് കണ്ണിച്ചോരല്ലാത്ത ഒരു പറ്റിക്കൽ പറ്റിച്ചളയും. നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് പ്രത്യേകിച്ച് കോളേജ് കഴിഞ്ഞിരിക്കുന്ന ഇങ്ങനെ തുള്ളി ചാടിക്കുന്ന സമയമല്ല. അപ്പൊ ബാംഗ്ലൂർ മാർക്കറ്റിൽ നമ്മളറിയാം അവർക്ക് സ്റ്റണ്ട് റൈഡർ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ച ആ ഒരു വാല്യൂ നമുക്ക് ഉണ്ടായിട്ട് എന്നോട് സ്നേഹം കൊണ്ട് പെരുമാറി. ബിക്കോസ് നമ്മൾ ബാംഗ്ലൂരൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട് ആ സമയത്ത് വി ആർ ലൈക്ക് കുറച്ച് അത്യാവശ്യം ആൾക്കാർ. അപ്പൊ അതിന്റെ ഒരു സ്നേഹം കൊണ്ട് ഞാൻ എന്നോട് നന്നായി അന്ന് അവിടെ ലീഡിങ് ആയിട്ടുള്ള സ്റ്റോറുള്ള ആളോട് എന്നോട് ഭയങ്കര ബിഹേവിയർ. അപ്പോൾ ഞാൻ ഫുള്ള് പർച്ചേസ് ആളെടുത്ത് തന്നെ. അപ്പോൾ ആള് ഒരു 5 പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു 10 പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആളെടുത്തൊന്നും പ്രൈസ് നമ്മൾ നോക്കിയിട്ട് അത് നമ്മൾ ഒരു പാൻ ഇന്ത്യ ഉള്ള ബന്ധങ്ങളിലൊക്കെ ഒന്ന് അന്വേഷിക്കും. ആ ഒരു 10 പ്രോഡക്റ്റാണ് ആള് എനിക്ക് ഏറ്റവും കോസ്റ്റ് കുറവിന് തന്നിട്ടുണ്ടാവുക. ഞാൻ ചോദിച്ച പ്രൈസ് അതിലെനിക്ക് വിശ്വാസമായി ഓൾറെഡി. പിന്നെ എന്നോട് ഇഷ്ടമുള്ള ഒരാളും ആണല്ലോ. കറക്റ്റ്. ഫുൾ പർച്ചേസ് ആളെടുത്ത് തന്നെ. നമ്മളല്ലെങ്കിൽ ആരെയും സംശയിക്കാറില്ലല്ലോ. നമ്മളെ നോർമൽ ഡീഫോൾട്ട് മോഡ് അതാ. യെസ്. അപ്പൊ ഞാൻ എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർ നമ്മളുള്ള റിലേഷനാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കും നമ്മൾ എന്തോ ഒരു വലിയ ആളാണല്ലോ. അപ്പൊ നമ്മളോടുള്ള ആൾക്കാർ നെറ്റ്വർക്ക് അങ്ങനെ ആണല്ലോ. അപ്പൊ ബേസിക്കലി നിങ്ങള് പിന്നെ ആദ്യത്തെ ഒരു 10 പ്രോഡക്റ്റ് നിങ്ങൾക്ക് നല്ല പ്രൈസ് അഫോർഡബിൾ പ്രൈസിന് കിട്ടി. നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന അവർക്കാർ ഇത് സ്ട്രാറ്റജി ആണ് സത്യത്തില്. നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പൊ ആ പ്രൈസ് എടുത്ത് ബാക്കി ഫുള്ള് സ്റ്റോക്ക് എടുത്ത് കയ്യിലുണ്ടായിരുന്ന പൈസ നമ്മൾ എങ്ങനെയൊക്കെ സ്വരൂപിച്ചിട്ടാണ് ഈ പൈസ നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങക്ക് ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ അപ്പൊ നിങ്ങളെ പിന്നെ പാരന്റ്സ് ഒക്കെ ഫാമിലി വാപ്പൊക്കെ ദുബായിലായിരുന്നു. പ്രവാസിയായിരുന്നു. അപ്പം ഇനാഗ്രേഷൻ കഴിഞ്ഞ് ഗംഭീര ഇനാഗ്രേഷന് MLA പ്രദീപ് കുമാറാണ് അന്ന് ഇനാഗുറേറ്റ്. അന്ന് സ്റ്റണ്ട് ഷോ, നമ്മള് സ്റ്റണ്ട് റൈഡേഴ്സ് ആണ്. കറക്റ്റ്. അന്ന് നമ്മളെ ടീമിന്റെ ഒരു ലിങ്ക് റോഡിൽ ആ ഒരു സ്റ്റണ്ട് ഷോ, അത് ഹ്യൂജ് ഇനാഗുറേഷൻ. 200 സ്ക്വയർ ഫീറ്റ് വർക്ക്ഷോപ്പും ഷോപ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്രൗഡ് ബ്യൂട്ടിഫുൾ ക്രൗഡാണ്. ബിക്കോസ് അത് നമുക്കറിയാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവരൊക്കെ വന്ന് സെയിൽ സ്റ്റാർട്ട് ചെയ്ത് ആൾക്കാർക്കൊക്കെ പരാതി വാനിഡോസിൽ പ്രൈസ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് വിശ്വാസം വരുന്നില്ല. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ പർച്ചേസ് കോസ്റ്റിന്റെ സർട്ടൺ മാർജിൻ ഇട്ടിട്ടാണ് പ്രോഡക്ട്സ് സെല് ചെയ്യുന്നത്. അപ്പോൾ മാച്ച് ആവുന്നില്ല. അങ്ങനെ കപ്പിൾ ഓഫ് മന്ത്സിൽ എനിക്ക് മനസ്സിലായി ഇത് എന്റെ പേര് പോയി സ്പോയിൽ ചെയ്ത് തുടങ്ങി. ആൾക്കാരൊക്കെ പ്രൈസ് നോക്കുമ്പോൾ വാനിഡോസിൽ ആദ്യ ആൾക്കാർ ഇഷ്ടം കൊണ്ട് വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ അതൊരു അതൊരു മൗത്ത് ടു മൗത്ത് അങ്ങനെ സ്പ്രെഡായി. ഇത് പ്രൈസ് കൂടുതലുണ്ട്. ഞാൻ അപ്പൊ ഐഡന്റിഫൈ ചെയ്ത് നോക്കുമ്പോ എനിക്ക് ഈ മനസ്സിലായി പ്രൈസ് നല്ല പറ്റിക്കൽ എന്നെ പറ്റിച്ചിട്ടുണ്ട്. ആ പറ്റിക്കൽ റിലേഷനൊക്കെ വെറുതെ അഭിനയിക്കായിരുന്നു. ഞാനങ്ങനെ ഡൽഹി മാർക്കറ്റ്, ബോംബെ മാർക്കറ്റിലായിരുന്നു. ബാംഗ്ലൂർ അങ്ങോട്ട് വിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് വേറൊരു ലോകം കാണുന്നത്. അപ്പോഴേക്ക് കയ്യിൽ ആശയൊക്കെ ഇനി അങ്ങോട്ട് വലിയ രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. കുറേ അപ്പൊ ബോംബെയിലും ഡൽഹിയിലൊക്കെ നിന്ന് അവിടെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോംബെയിലും ഡൽഹിയിലൊക്കെ നമ്മൾ കോഴിക്കോടുകാരായതുകൊണ്ട് നമ്മളെ ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്ന അവർക്കുള്ള അപ്പാർട്ട്മെന്റുകൾ, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ താമസിക്കാൻ സൗകര്യം. അപ്പൊ നമുക്ക് വലിയൊരു എക്സ്പെൻസ് ഇല്ലാതെ ഫുഡിന്റെ എക്സ്പെൻസ് മാത്രമേ ആവുള്ളൂ. അങ്ങനെ അവിടുന്ന് കുറെ അവിടെ നിന്ന് അവിടുത്തെ ഇൻഡസ്ട്രി മൊത്തം പഠിച്ച്. കാരണം ഇതാണ് ഒരു ബിസിനസിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത്. പർച്ചേസ് എന്ന് പറയുന്ന സാധനമാണ്. ഇനി എത്ര മാർക്കറ്റ് ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് കോമ്പറ്റീവ് പ്രൈസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് സ്ട്രോങ് ആവണം. അവിടെ എവിടെയെങ്കിലും തരത്തിൽ അതിലൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഗോണ എഫക്ട് ഹോൾ ബിസിനസ്സിൽ എന്ത് വേറെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, നമ്മൾ നഷ്ടപ്പെടും. ഇത് കറക്റ്റ് ചെയ്യണം. പ്രൈസിങ് ഭയങ്കര പർച്ചേസിന്റെ ആളെ കഴിവാണത്. ഏത് ലെവലിലാണ് അത് ചെയ്യണം. അത് ശരിക്കും ബിസിനസ്സിന് ഹെൽപ്ഫുൾ ആവും, പ്രത്യേകിച്ച് ഇത്രയും കോമ്പറ്റീഷനുള്ള ഒരു മാർക്കറ്റിൽ. അങ്ങനെ അവിടുന്ന് പർച്ചേസ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ കോഴിക്കോടേക്ക് നമ്മളുള്ള ബഡ്ജറ്റ് അനുസരിച്ച് വരാൻ തുടങ്ങി. പക്ഷെ അത് പോരായിരുന്നില്ല. അപ്പോഴാണ് എൻ്റെ തൃശ്ശൂർ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോണ എൻ്റെ പാർട്ട്നേഴ്സ് അവിടെ നിന്ന് വിളിച്ച് നമുക്ക് ബാംഗ്ലൂർസ് ഒന്നും കൂടെ ഉഷാറാക്കിയിട്ട്. അപ്പൊ നമ്മൾ കുറെ ലേണിങ്സ് ഉണ്ടല്ലോ, കാരണം അവരൊക്കെ എൻ്റെ ജേർണിയിലുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് പലപ്പോഴും ഡൽഹിയിൽ ഉണ്ടാവണത്, ബാംഗ്ലൂർ ഉണ്ടാവണത്, ബോംബെയിൽ ഉണ്ടാവണം. അപ്പോൾ ഒരു ബാൻഡോസ് തുടങ്ങണം. നമുക്ക് എന്താണ് അതിനുള്ള സംവിധാനം ഒക്കെ ഡൺ. അപ്പോൾ അതിന് ഏറ്റവും കോഴിക്കോട് ഇനി ഒരു സാധനം തുടങ്ങുക എന്നുള്ളതിനേക്ക് അപ്പുറത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഞാൻ തൃശ്ശൂർ കണ്ടത് വെച്ച് തൃശ്ശൂർ ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. കാരണം സ്പെൻഡിങ് പവർ കൂടുതലാണ്. കാരണം അവിടെ സ്പെൻഡിങ് പവർ എന്ന് പറഞ്ഞാൽ ലൈക്ക് അതിന് പൈസക്കാരനാവണമെന്നൊന്നുമില്ല. ദേ ആർ വെരി പാഷനേറ്റ്.
അവിടുത്തെ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വരെ ദേ ബൈ ഒരു 10,000 റുപ്പീസിന് ഹെൽമെറ്റ് ഒക്കെ വാങ്ങിക്കുക. നമുക്ക് അൺബിലീവബിൾ ആണ്. ആൻഡ് ദേ നോസ് ഓരോ ബ്രാൻഡിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ കോഴിക്കോടത്തെ സ്റ്റോർ ക്ലോസ് ചെയ്തോ? കോഴിക്കോട് സ്റ്റോർ അവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി നന്നായിട്ടൊരു സാധനം ചെയ്യാനുള്ള ഒരു ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കോഴിക്കോട് എന്നുള്ളത് എന്താന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി പഠിച്ച സാധനങ്ങൾ വെച്ച് നമ്മളൊരു സാധനം ചെയ്യാം. നിങ്ങൾ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഇടണമെന്ന് തീരുമാനിച്ചു. അപ്പൊ ആ സമയത്ത് നഷ്ടത്തിലായിരുന്നോ കോഴിക്കോട് ഔട്ട്ലെറ്റ്? കോഴിക്കോട് ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതും കൂടെ റിയലൈസ് ചെയ്ത്. കാരണം ഫസ്റ്റ് പർച്ചേസ് റോങ് ആണെന്നുള്ളൊരു പേരും പറഞ്ഞിട്ട് നമുക്ക് ജീവിതത്തിൽ നിന്നും അങ്ങനെ സക്സസ്ഫുൾ അല്ലാത്ത ഒരു കാര്യത്തിൽ നിന്ന് വെച്ച് മാറാൻ പറ്റില്ല. നമ്മൾ തന്നെ സത്യത്തിൽ ഫെയിലർ ആവുന്ന സമയത്ത് ഇരുന്നിട്ട് ആരോടും പറയാനൊന്നല്ല, നമ്മൾ വ്യക്തിപരമായിട്ടൊന്ന് നമ്മൾ അത്ര സിൻസിയർ ആയിരുന്നോ, നമ്മൾ ചെയ്തത് എത്രമാത്രം പെർഫെക്റ്റ് ആയി, അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് ഒരു പ്രൈസ് കിട്ടിയതിൽ കംഫർട്ടബിൾ ആയിട്ട് അവിടെ പണി കുറച്ചതിൻ്റെ പേരിലാണല്ലോ നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും അങ്ങനെ പറ്റിക്കപ്പെട്ടു എന്നവരുടെ ജീവിതത്തിൽ അങ്ങനെ മാറിയിരിക്കണം എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. റിയലൈസ് ചെയ്ത് എവിടേക്കാണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്, അതിനുള്ള ഒരു ചാൻസ് ഞാൻ എന്തിനു കൊടുത്തു, ഞാൻ എന്തുകൊണ്ട് ഇത് ആദ്യം ഈ പണി ചെയ്തില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഇനി ഒരുപാട് ഇമ്പ്രൂവ് ആവാനുണ്ട്. ബിസിനസ് ലേക്ക് വരുന്ന സമയത്ത് ഓണ്ടർപ്രണർ എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമില്ല. അതിൽ പിന്നെ നമ്മൾ ഒരു സ്റ്റണ്ട് റൈഡും പാഷനും എന്ന് പറഞ്ഞിട്ട് അല്ല, രണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ പിന്നെ അസോസിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഞാനവിടെ തൃശ്ശൂർ ബിസിനസ് നമ്മൾ തുടങ്ങാമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ ആലോചിച്ചു ഞാൻ ഇത്രയും കാലം പണിയെടുത്തിട്ടില്ലേ. കാരണം അവിടെ തൃശ്ശൂർ രാവിലെ 7 മണിയാകുമ്പോൾ ഓഫീസിൽ എത്തുന്നത് 7 മണിക്കാണ് ഞാൻ പറയണത്. 6:30 അവിടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം തുടങ്ങിയാൽ നമ്മൾ തുടങ്ങിയ സമയം വെരി പെർഫെക്റ്റ് ടൈമായി. ബിസിനസ് ശരിക്കും നെക്സ്റ്റ് ലെവലിലേക്ക് പോകണ ഒരു വർഷമായി 2014. റോയൽ എൻഫീൽഡ് ബൈക്ക് ജനകീയമായിട്ട് ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങിയൊരു സമയം. ഓക്കെ, പക്ഷെ നിങ്ങൾ ഇത് ലോസിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തൃശ്ശൂർ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് തുടങ്ങാൻ തോന്നി? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുടങ്ങാൻ ഫുൾ കോൺഫിഡൻ്റ് ആയി. നമ്മളൊന്ന് ഇന്ത്യ ചുറ്റി കറങ്ങിയ സമയത്ത് മനസ്സിലായി മാനുഫാക്ചറിങ് ഏതൊക്കെ സ്ഥലത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും നല്ല ഇമ്പോർട്ടർ ആരാണ്, ഏറ്റവും നല്ല ആളുകൾ ആരാണ് എന്നുള്ളതൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മനസ്സിലായി. അതാണ് എക്സ്പീരിയൻസ്. ഓക്കെ, ആ സാധനത്തിലാണ് പിന്നെ ഇനിയാണ് നമ്മൾ ബിസിനസ് ചെയ്യേണ്ടതെന്നുള്ള സാധനത്തിലെത്തിയത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് കോഴിക്കോട് തന്നെ നിങ്ങൾ ആ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്ന് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു? കാരണം എന്ന് പറഞ്ഞാൽ കോഴിക്കോടിലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം കോഴിക്കോടിലെ പ്രത്യേകത ആളുകൾക്ക് എപ്പോഴും സസ്ത. ഇപ്പം ഡൽഹിയിലൊക്കെ ആണെങ്കിൽ സസ്ത എന്ന് പറയുന്നത് ചീപ്പ്. ഇവിടെ ചീപ്പ് ഭയങ്കര ഈ ബാർഗെയിനിങ്ങും ഭയങ്കര കൂടുതലാണ്. ഇവിടെ നല്ല സാധനത്തിന് ആൾക്കാർ കുറവാണ്. എൻ്റെ ഒരു ആ സമയത്ത് ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കണം. പക്ഷേ തൃശ്ശൂർ ആളുകൾക്ക് നല്ല സാധനം കൊടുക്കുകയാണെങ്കിൽ ദേ ആർ റെഡി ടു പേ ഫോർ ഇറ്റ്. നിങ്ങൾക്ക് ഓൾറെഡി കമ്മ്യൂണിറ്റി തൃശ്ശൂർ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ നെറ്റ്വർക്ക് തൃശ്ശൂർ ഭയങ്കര സ്ട്രോങ് ആണ്. ഐ ഹാവ് വെരി ഗുഡ് പീപ്പിൾ അറൗണ്ട് മീ. അപ്പം എൻ്റെ പാർട്ട്നേഴ്സ് ആയിട്ട് അനു വിനോ, ദേ ആർ ടിങ് ബ്രദേഴ്സാണ്, റേസിംഗ് ബാക്ക്ഗ്രൗണ്ട്, സെയിം പരിപാടികൾ. പിന്നെ മഹേഷ് വി എം മൾട്ടി ടൈം നാഷണൽ ചാമ്പ്യനാണ്. അപ്പോൾ ഈ ആളുകളുമായിട്ടുള്ള അസോസിയേഷൻ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് കാര്യങ്ങൾ. കോഴിക്കോട് നിങ്ങൾ ഒറ്റക്കായിരുന്നോ തുടങ്ങി? കോഴിക്കോട് ഞാനും എൻ്റെ ഒരു കസിനും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മാൻ്റെ ഒരു എഴുത്തിന് മകനുണ്ടായി. മനസ്സിലായി. അത് രണ്ടുപേരും കൂടി തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് കോഴിക്കോട് ഒന്നും കൂടെ, അതായത് തൃശ്ശൂർ നമ്മൾ വെരി സക്സസ്ഫുള്ളായി. അപ്പോൾ കോഴിക്കോട് ഒന്ന് ഇനി റിനോവേറ്റ് ചെയ്തിട്ട് പുതിയ സ്റ്റോക്കെല്ലാം വെച്ചിട്ട് വേറെ ലെവലിൽ തുടങ്ങാന്നുള്ള സാധനത്തിൽ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അപ്പോഴും കോഴിക്കോട് പിക്കായി വന്നില്ല. പിന്നെ കോഴിക്കോടൊക്കെ വെറുതെ എനർജി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. വി ഹാവ് എ വെരി ഓൾറെഡി വർക്കിംഗ് ഇൻ തൃശ്ശൂർ. പിന്നെ സത്യത്തിൽ കോഴിക്കോട് ആൾക്കാർ തൃശ്ശൂർ വരുന്നത് അപ്പോഴും കോഴിക്കോട് സ്റ്റോറിൽ വരുന്നില്ല. തൃശ്ശൂർ വന്നിട്ട് വാങ്ങിക്കുന്ന സാഹചര്യത്തിലെത്തി. തൃശ്ശൂർ അത്ര അടിപൊളി സർവീസാണ് കൊടുക്കുന്നത്. പിന്നെ തൃശ്ശൂരാണ് ഈ റേസിംഗിന്റെ ഒരു പർദീസ എന്ന് പറഞ്ഞത്. മെക്ക ഓഫ് റേസിംഗ് എന്ന് പറഞ്ഞെങ്കിൽ സത്യത്തിൽ ഇന്ത്യയിൽ ഒരു വലിയ സ്ഥാനമുള്ള സ്ഥലമാണ് തൃശ്ശൂർ. വി ഹാവ് ദ ബെസ്റ്റ് അറിയപ്പെടുന്ന ഇന്ത്യയിലെ ടോപ്പ് റേസേഴ്സ് ഒക്കെ തൃശ്ശൂരിനാണ്. അപ്പം തൃശ്ശൂർ സെറ്റിൽ ചെയ്തിട്ട് ജീവിതത്തിലെ പണികളൊക്കെ അങ്ങോട്ട് ശരിക്കും പഠിച്ച്, അതായത് ഒരു ലൈഫ് സ്റ്റൈൽ പഠിച്ച്, ഒരു ഓണ്ടർപ്രണർ ലൈഫ് സ്റ്റൈൽ. അവിടെ രാത്രി 12 മണിക്ക് 1 മണിക്ക് 2 മണിക്കൊക്കെ കിടന്നുറങ്ങി 10-11 മണിയാകുമ്പോൾ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്ത് ഷോപ്പ് തുടങ്ങി തുറന്ന്. ഇവിടെ പിന്നെ ഒരു ലേറ്റ് നൈറ്റ് സീൻസ് ആണ് കോഴിക്കോട്. രാവിലെ ആണെങ്കിലും ഏളി ആൾക്കാരല്ലല്ലോ, പക്ഷെ അവിടെ ലൈഫ് സ്റ്റൈലേ മാറി. അവിടെ തൃശ്ശൂർ എന്ന് പറയുന്നത് രാവിലെ നേരത്തെ ഉണരുന്ന സ്ഥലമാണ്. മാർക്കറ്റും അങ്ങനെയാണ്.
നേരത്തെ ഒരു 7-7:30 ആകുമ്പോഴേക്കും അവസാനിച്ച് ഒരു 9:30-10 മണി മുതൽ കിടന്നുറങ്ങി. ഓ എൻ്റെ ലൈഫ് സ്റ്റൈൽ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഞാൻ 10:30 ആകുമ്പോഴത്തേന് എന്തായാലും കിടന്നുറങ്ങും. ഓ ഇവിടെ 10:30 ആകുമ്പോൾ നമ്മൾ ഇനി എവിടെ ഭക്ഷണം കഴിക്കാൻ പോകാന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ചർച്ചയുണ്ട്. 11 കോമൺ ഒരു സാധനമാണ്. പക്ഷെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രത്യേകത ഇപ്പോൾ എന്നെപ്പോലത്തെ ഒരാൾക്ക് അങ്ങനത്തെ ഒരു ചേഞ്ച് വളരെ അനിവാര്യമായിരുന്നു. കാരണം നമ്മൾ ഫെയിലർ എന്താണെന്നുള്ളത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ കുറേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കറക്റ്റ് അല്ല എന്നുള്ളത്. അത് ഞാൻ എൻ്റെ പാർട്ട്നേഴ്സിൻ്റെ കൂടെ കൂടിയിട്ട് അവരുടെ കൂടെ ഓടിയാണ്, അവരെ ഓടുന്ന വേഗതയിൽ അങ്ങനെ ഞാൻ പഠിച്ചത്. ഓക്കെ, അപ്പൊ തൃശ്ശൂർ നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾ പുതിയ കോഫൗണ്ടേഴ്സിനെ ഓൺബോർഡ് ചെയ്തു. യെസ് കാരണം ഇപ്പുറത്ത് കുറെ അടി കൊണ്ടു, ഇനി അവിടുന്ന് കുറച്ചുകൂടി നല്ല ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുള്ളത് കൊണ്ടാണ് ശരിക്കും പിന്നീടുള്ള എൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. കാരണം അവരാണ് പ്രോപ്പർ തൃശ്ശൂർ ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ്. അതായത് കറക്റ്റ് ഒരു എയിമിൽ വർക്ക് ചെയ്യുക. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് അവിടെ നിന്നാണ്. അവര് അങ്ങനെ ഒരു അസോസിയേഷനാണ് ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കിയത്. അവര് നമ്മളും കൂടെ ആ വേഗതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആളായതുകൊണ്ടല്ല. നമ്മൾ ചില മേഖലയിൽ സ്കിൽഡാണ്. അപ്പോൾ ഓവറോൾ ഒരു ടീം വർക്ക് ആകുമ്പോഴാണ് ഇതിന് സക്സസ്ഫുൾ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കഴിവുകളുള്ള മേഖല ഒരു ഭാഗമാണെങ്കിൽ മറ്റുള്ള കഴിവുകൾ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളതും എൻ്റെ പാർട്ട്നേഴ്സാണ്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നപ്പോൾ റൈറ്റ് ടൈം റൈറ്റ് പീപ്പിൾ അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതിൻ്റെ ഒരു ഭയങ്കര ഒരു ബോംബ് ബ്ലാസ്റ്റിക് സാധനത്തിൽ സത്യത്തിൽ വന്നത്. ഓക്കെ, അപ്പോൾ റോയൽ എൻഫീൽഡിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ആ സമയത്താണ് ഹിമാലയൻ ആയിരുന്നു. അല്ല, റോയൽ എൻഫീൽഡ് അന്നുണ്ടായത് സ്റ്റാൻഡേർഡ് ക്ലാസിക് അങ്ങനത്തെ മോഡലുകൾ 350. 350 ആ സമയത്ത് അതൊരു ട്രെൻഡായി വരുന്ന സമയമാണ്. അപ്പോൾ അന്ന് ഷോറൂമുകളിൽ ശരിക്കും ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ നേരെ ഷോറൂമിൽ നിന്നും ബാൻഡഡ് ഹോസ്റ്റിലേക്ക് വരിക എന്നുള്ളൊരു കൾച്ചർ. ആളുകൾ വണ്ടി എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ബുക്ക് ചെയ്ത വിവരങ്ങൾ വരിക, നമ്മളവിടെ വന്നിട്ട് ബുക്ക് ചെയ്യും സാധനങ്ങൾ. ഞാൻ വണ്ടി എടുക്കേണ്ടി, എൻ്റെ വണ്ടി അടുത്ത ആഴ്ച ഡെലിവറി ആണ്, എന്തൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ അന്ന് ആക്റ്റീവ്, അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ക്ലാസിക് വണ്ടികൾക്ക് ഇത്ര കൈൻഡ് ഓഫ് ആക്സസറീസ് ചെയ്യാൻ പറ്റും. ഏത് മോഡാണോ വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പീപ്പിൾ ആർ നോട്ട് അവെയർ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ. അവർക്ക് ഫിറ്റ് ചെയ്തേ കണ്ടാൽ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ഓരോ ആൽബാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ ബൈക്ക് കളറ് ഫേസ്ബുക്കിലുണ്ടാവും, നമ്മൾ അവിടെ ലാപ്ടോപ്പിലും ഉണ്ടാവും ആൾക്ക്. അപ്പോൾ ആളെ ബൈക്കിന്റെ കളർ ചിലർക്ക് അങ്ങനെയൊക്കെ കാണേണ്ടി വരും. എൻ്റെ ബൈക്ക് ബ്ലാക്ക് ആണ്, അപ്പോൾ ബ്ലാക്കിൽ നിങ്ങൾ ചെയ്തതൊക്കെ കാണും. ചിലത് ബ്ലൂ ആയിരിക്കും. അപ്പോൾ അതിന് ഇങ്ങനെ നമ്മൾ വളരെ സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോന്നും ആ സമയത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. കാരണം ഇവരിതിനെക്കുറിച്ച് വലിയ അറിവുണ്ടായിട്ടൊന്നും വരുന്നില്ല. എവിടേക്കോ ഫോട്ടോ വേണ്ടേ, ഞാൻ വണ്ടി വാങ്ങി എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വരുന്ന ഒരുപാടുണ്ട്. അത് പ്രായഭേദമന്യേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അവർ ഡെലിവറി എടുക്കുന്നു, നേരെ ഷോറൂമിൽ നിന്നും ബാൻഡ്രോസ്റ്റിൽ വരുന്നു. മലപ്പുറത്തൊന്നും ഞാൻ പറഞ്ഞ കൊച്ചിയിൽ നിന്നാണെങ്കിലും കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും വണ്ടികൾ എത്തി തുടങ്ങി. അപ്പോൾ അതായത് നമ്മൾ കോയമ്പത്തൂർ പണ്ട് പിന്നെ സാധനം സാധനം വാങ്ങിക്കാന്നുള്ള അതൊരു ക്രെഡിബിലിറ്റി സീനിലേക്ക് സത്യത്തിൽ മാറി എന്നുള്ളതാണ്. ആ സമയത്ത് നിങ്ങൾ എപ്പോഴാണ് ഈ മാർക്കറ്റിംഗ്, ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റിങ്ങിന്റെ കാലമാണല്ലോ. അതെ. അപ്പോൾ കോഴിക്കോട് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ മാർക്കറ്റിംഗ് തുടങ്ങിയിരുന്നോ? എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്? അതെ, അന്ന് ഫേസ്ബുക്കിലാണ് നമ്മളിത് മാർക്കറ്റ് ചെയ്തത്. ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാം തോന്നല്ല, ഇൻസ്റ്റാഗ്രാം പിന്നീടാണ് ഇൻസ്റ്റാഗ്രാം വന്നത്. ഫേസ്ബുക്കിലാണ് അന്നുള്ളത്. ഫേസ്ബുക്കിൽ നമ്മൾ കുറച്ച് ആക്റ്റീവായിരുന്നു. വാൻഡിഡോസ് എന്നുള്ള പേജ് തന്നെ കേട്ടോ, വാൻഡിഡോസ് എന്നുള്ള പേജ് ആക്റ്റീവ് ആയിരുന്നു. അതിലാണ് കംപ്ലീറ്റ് നമ്മൾ ഫോട്ടോസുകൾ ഓരോ പ്രോഡക്റ്റുകൾ വന്നിട്ട് ആ ഒരു കൾച്ചർ നമ്മൾ ശരിക്കും പറഞ്ഞ് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നു. അങ്ങനത്തെ ഒരു സംവിധാനം ഇന്ത്യയിൽ ആരും ചെയ്യുന്നില്ല. നമ്മളെ ഇൻഡസ്ട്രീൻ്റെ പ്രശ്നം വെരി അൺഓർഗനൈസ്ഡ് ഇൻഡസ്ട്രി. നമുക്കൊരാളെ നോക്കിയിട്ട് ഇതിൽ പഠിക്കാനില്ല. കാരണം ഇതൊന്നെങ്കിൽ പിന്നെ പാരമ്പര്യമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ഇവർ തന്നെ സ്പെയർ പാർട്സിൻ്റെ കൂടെ ആക്സസറീസ് ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരു ആക്സസറീസിന് വേണ്ടിയിട്ട് ഒരു സെഗ്മെൻറ്റ് ഇല്ല എന്ന് തന്നെ വേണം. നമ്മളാണ് അതൊരു ഓർഗനൈസ്ഡ് സെഗ്മെൻ്റ് ആക്കിയിട്ട് ഈ ഒരു ബിസിനസ്സിന് സത്യത്തിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് കൂടുതൽ ആളുകൾ അതിലേക്ക് ഇൻസ്പയർ ചെയ്യിക്കാൻ നമുക്ക് സാധിച്ചു. ഒരു ആസ്പിറേഷണൽ സാധനമാക്കി മാറ്റി. ഇത് ഇപ്പോൾ നമ്മൾ പണ്ട് മൊബൈൽ സ്റ്റോർ അങ്ങനെ ആയിരുന്നില്ല, പിന്നെ പെട്ടെന്ന് മൊബൈൽ കടകൾ അവിടെ ഇവിടെയൊക്കെ. അതേപോലെ നമ്മളെ ഈ സാധനത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആയ സമയത്ത് നമ്മളടുത്ത് വരുന്ന ആളുകളൊക്കെ നമ്മൾ ഈ ഒരു ജേണിയിൽ അവരും കൂടെ ഓരോരോ സിറ്റീസിൽ ഓർക്ക് എന്ത് കൈൻഡ് ഓഫ് സ്റ്റോറാണ് വേണ്ടത്. ഇതിലൊക്കെ പ്രധാന അങ്ങനെ ചെയ്യാൻ കാരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ദുരനുഭവം നമുക്കുണ്ട്. അത് പർച്ചേസിൽ പ്രശ്നം സംഭവിച്ചു. അത് അവിടുത്തെ ഒരു സ്റ്റൈൽ അങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ആ തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്ത് റീറ്റെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ജേണി
നമ്മൾ ബാംഗ്ലൂർ ഡേയ്സ് മൂവി റിലീസായി, അത് നമ്മുടെ ബിസിനസ് നല്ല രൂപത്തിൽ ഹെൽപ്ഫുൾ. അത് റേസിംഗ് ശരിക്കും കാണിച്ചു ഭയങ്കര സംഭവമായിരുന്നു. ബ്യൂട്ടിഫുൾ മൂവിയാണ്. ഞാൻ എല്ലാ ഇന്റർവ്യൂവിനും പറയാറുണ്ട്, ഞാൻ റിയലി ഹ്യൂജ് റെസ്പെക്ട് ടു അഞ്ജലി മേനോൻ ഫോർ ബ്രിങ്ങിങ് സച്ച് എ വണ്ടർഫുൾ മൂവി. റേസിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ തന്നെ ഇവർ ഇത്ര മനോഹരമായിട്ടൊരു മൂവി. ഇപ്പം നമ്മൾ കഴിഞ്ഞ റേസിന്റെ വീഡിയോകളിലും പലരും പറയുന്നുണ്ട്, നിങ്ങൾ ബാംഗ്ലൂർ ഡേയ്സിൽ കണ്ട റേസ് അതുപോലത്തെ റേസ് ഇവിടെ റിയൽ ലൈഫിൽ സാധനം. അതെ, അങ്ങനെയൊക്കെ അത് ഭയങ്കര ഒരു മൂവിയാണ്. നമ്മളെ ലൈഫ് ഒരു ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു, സത്യത്തിൽ ഒരുപാട് അതിലേക്ക് ഫ്യൂവൽ ചെയ്തിട്ടുള്ള ഒരു സാധനം. പിന്നെ നീലാകാശം പോലത്തെ റൈഡിങ് റിലേറ്റഡ് മൂവി വന്നതോടുകൂടി റൈഡിങ് കൾച്ചർ കേരളത്തിൽ വേറെ രൂപത്തിലേക്കേ പോയി. ആദ്യം ഒരു ബാഡ് ബോയ് ഇമേജ് അല്ലെങ്കിൽ ഒരു വളരെ നിഷായിട്ടുള്ള ആൾക്കാർ ചെയ്ത് കച്ചറ ആളുകൾ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഡെഫിനറ്റ്ലി ഒരു പ്രിവിലേജ് ആയി മാറിയിട്ട് നിങ്ങളെ ഇൻകം എന്താണോ, സാലറി എന്താണോ, നിങ്ങളെ ഫൈനാൻസിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഉള്ള ബൈക്കുകൾ നിങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങളൊരു സാധാരണ ബൈക്ക് മേടിക്കുന്നത്, നിങ്ങൾ കുറച്ചും കൂടെ സാലറി കൂടുന്ന സമയത്ത് നിങ്ങൾ റോയൽ എൻഫീൽഡിലേക്ക് നിങ്ങൾ മാറണം, അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ട്രയംഫിലേക്ക് പോകണം, അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു BMW പോകണം. ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഈ ഇൻഡസ്ട്രിയിൽ മൊത്തം ചെയ്ത് ആൾക്കാർ, പൈസ ഉള്ള ആളുകളൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. അതനുസരിച്ചുള്ള കപ്പാസിറ്റി അനുസരിച്ചുള്ള ബൈക്ക്. ഇതൊക്കെ ശരിക്കും നമ്മൾ ബിസിനസ്സിന് ഇവർക്കൊക്കെ വേണ്ടത് റൈഡിങ് ഗിയേഴ്സ് വേണം. കറക്റ്റ്. കാരണം ആളുകൾ റൈഡിങ് ഗിയേഴ്സ് ഒക്കെ വളരെ മാൻഡേറ്ററി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയുള്ള ഒരു അവയർനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ. അപ്പം പിന്നെ ഞാൻ ചോദിക്കാൻ വരുന്നത്, ഫേസ്ബുക്കിൽ നിങ്ങൾ മാർക്കറ്റിംഗ് നോക്കി, ഫേസ്ബുക്കിൽ എന്ത് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്തത്? അല്ല, നമ്മൾ പെയ്ഡ് ആഡ് ഒന്നല്ല ചെയ്തത്, ഓർഗാനിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ ഫേസ്ബുക്കിൽ ഇടാന്നുള്ളത്. അത് ഫോട്ടോസ് ആണോ? ഫോട്ടോസ് ആണ്. ആ സമയത്ത് ഫോട്ടോസ്, പിന്നീടാണുള്ള വീഡിയോയിലേക്ക് ഫേസ്ബുക്ക് പിന്നീട് ആൽഗരിതം മാറിയതാണ്. കറക്റ്റ്. ആൽഗരിതം മാറിയതിൽ കുറെ ഇൻഫ്ലുവൻസേഴ്സിന് സത്യത്തിൽ ഇല്ലാതായി പോയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇടുന്ന സമയവും റീച്ചുള്ള സമയമുണ്ട്. പെട്ടെന്നാണ് ഫേസ്ബുക്കാർ ഫോട്ടോനെ അവിടെ സൈഡാക്കിയിട്ട് വീഡിയോയിലേക്ക് മാത്രമായി പോയത്. അതുവരെ ഫേസ്ബുക്കിലെല്ലാം ഇടായിരുന്നു. ആ സമയത്ത് നമ്മൾ വണ്ടി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ, പ്രോഡക്ട്സുകൾ വന്നു കഴിഞ്ഞാലൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ആൽബംസ്. ആ ഒരു മാർക്കറ്റിംഗ് ജേർണി പറയാം. ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, യൂട്യൂബിലുണ്ട്, ആ ഒരു ജേർണി പറയാൻ വെച്ചാൽ എങ്ങനെ നിങ്ങൾ പറയാം? ഫേസ്ബുക്കിൽ നിന്ന് പിന്നെ ആ ട്രാൻസിഷൻ എങ്ങനെ സംഭവിച്ചു? ഇൻസ്റ്റാഗ്രാം വന്ന ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോക്കസ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ ശരിക്കും ജനകീയമായിട്ട് നമ്മൾ കേരളത്തിലൊക്കെ ആളുകൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുമ്പോൾ തന്നെ വാൻഡോസിന് ഒരു 100K എത്തിയിട്ടുണ്ട്. അതിനുള്ള പണി അപ്പം തന്നെ എടുത്തിട്ടുണ്ട്. ഫോട്ടോസ് വെച്ചിട്ട്, കാരണം ആദ്യം ഫോട്ടോസ് വെച്ചിട്ട് ആ ഇൻസ്റ്റാഗ്രാം നല്ല രൂപത്തിൽ, കാരണം ഇൻസ്റ്റാഗ്രാം കയറി കത്തുന്നുള്ളത് ഓൾറെഡി ഒരു ഉൾവിളി ഉണ്ട്. ഇതാണ് ഒരു സാധനം ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോക്കസ് ചെയ്ത് ബാൻഡിഡോസ്. ഇപ്പോൾ ബാൻഡിഡോസ് അപ്പം പിന്നെ മൊത്തം എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ എത്തുമ്പോൾ ബാൻഡിഡോസിന് ഇത്രയും ഫോളോവേഴ്സ്, അപ്പോൾ ബാൻഡിഡോസിന് ഭയങ്കര ക്രെഡിബിലിറ്റി ആയി. ഈ ബാൻഡിഡോസ് ഇന്ത്യയിൽ നമ്പർ 1 എന്ന് പറയുന്നത് ബാൻഡിഡോസ് TV പരസ്യം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹോർഡിംഗ് ബോർഡ് ഔട്ട്ഡോർ ആക്ടിവിറ്റി ഒന്നും ചെയ്തിട്ടില്ല. ബാൻഡിഡോസ് ഡിജിറ്റൽ ഇതെല്ലാം ബൂം ചെയ്യണ സമയത്ത് നമ്മളവിടെ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഉണ്ട് എന്നുള്ള ആൾക്കാർ കയറി വെക്കുമ്പോൾ നമ്മളവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അത് കൂടുതൽ ക്രെഡിബിലിറ്റി ഉണ്ടാക്കി, ട്രസ്റ്റ് ഉണ്ടാക്കിയാണ്. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും പ്രോഡക്ട്സുകളൊക്കെ നമ്മൾ തന്നെ വാങ്ങിക്കുമ്പോൾ എന്താ ചെയ്യുക, നമ്മളൊന്ന് ഇൻസ്റ്റാഗ്രാം അവരുടെ എടുത്തു നോക്കും. ആ സാധനം നമ്മൾ 10 വർഷം മുന്നേ തന്നെ ആൾക്കാർ എടുത്തു നോക്കുമ്പോൾ നമ്മളെ പേജ് ആക്റ്റീവ് ആണ്, പ്രോഡക്ട്സിന്റെ ലൈനപ്പ് അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മളെ ബിസിനസ്സിന് ആളുകൾക്ക് നാഷണൽ ലെവലിൽ ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്ഫുള്ളായി. അപ്പോൾ നിങ്ങളെ പാർട്ട്നേഴ്സിനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ആര് ഐഡിയ ആയിരുന്നു? നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. കാരണം നിങ്ങൾ തുടങ്ങിയത് ഓഫ്ലൈനിൽ നിന്നാണ്, ഓഫ്ലൈൻ നെറ്റ്വർക്ക് ആണ് ഹാർനസ് ചെയ്തത്. പക്ഷെ ആ ഒരു പ്രോസസ്സിന് പാർട്ട്നേഴ്സിനെ കൺവിൻസ് ചെയ്യുന്ന പ്രോസസ്സ്, ഇത് നമ്മൾ ചെയ്യണം, പിന്നെ നിങ്ങൾ മീഡിയ ടീം ഉണ്ടാക്കി, ആ ഒരു മൊത്തം പ്രോസസ്സ് എങ്ങനെയായിരുന്നു? നമ്മൾ ഇപ്പം ഈ ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറി ഫോട്ടോസുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് നമ്മളല്ലാതെ ഇനിയും കുറച്ച് ആളുകളെ ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. പ്രോഡക്ട്സ് റേഞ്ച്, കാരണം ഇതിനൊരു ഷീറ്റൊക്കെ മാനേജ് ചെയ്യുന്നു. ഇപ്പോൾ ആദ്യം റാൻഡമായിട്ട് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഇടുന്നതിന് പകരം പ്രോഡക്ട്സ് റേഞ്ചുകൾ കൂടാൻ തുടങ്ങി. പിന്നെ നമ്മൾ സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ച് ഇടേണ്ട സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ വെറുതെ ചെയ്ത് ഇങ്ങനെ തുടങ്ങിയ സാധനം സീരിയസ്ലിയൊക്കെ, കാരണം അൺവാണ്ടഡ് ആയിട്ട് ഒരു ഫോട്ടോ ഇട്ടാൽ അത് വേസ്റ്റ് ആണ്, കാരണം പ്രോഡക്ട്സ് ഉണ്ടാവില്ല, വെറുതെ ഒരു റിപ്ലൈ കൊടുക്കല്. അപ്പൊ ഇതൊക്കെ നമ്മളൊരു സിസ്റ്റം ആക്കണം എന്നുള്ളതിൽ നമ്മൾ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. വരാൻ പോണ സ്റ്റോക്ക് എന്താണ്, അപ്പൊ ഇനി വന്ന സാധനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ ആൾക്കാരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരെ ഫോൺ നമ്പേഴ്സ് എങ്ങനെ കളക്ട് ചെയ്യണം, നമ്മൾ ടീം വേണം. ഇതൊക്കെ നമ്മൾ വെറുതെ ഒരു സാധനത്തിൽ മാനേജ് ചെയ്യുന്നതിനൊക്കെ ഒരു പ്രോപ്പർ സിസ്റ്റം കൊണ്ടാണ് ആളുകൾ ഹയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ മീഡിയയിലൊക്കെ ആളെടുത്ത് തുടങ്ങി.
അപ്പോഴും ഭയങ്കര ടഫ്. കാരണം എന്ന് പറഞ്ഞാൽ മീഡിയയിലൊക്കെ ആളെടുത്ത ഉടനെ തന്നെ നോട്ട് നിരോധനം വന്ന്, അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരെ കട്ട് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോഴും ഞങ്ങൾ സത്യത്തിൽ ഫൈറ്റ് ചെയ്യണ ഒരു സാഹചര്യത്തിലെത്തി നമ്മുടെ ടീമിനോട് തന്നെ. എന്താ പറഞ്ഞാൽ ഇത് നമുക്ക് വിടാൻ പറ്റില്ല, ഞങ്ങൾ സെയിൽസെന്നോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊന്നും നമുക്ക് കുറച്ച് കൂടുതൽ ആൾക്കാർ നമ്മൾ വേണമെങ്കിൽ പണിയെടുക്കാം. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാലന്റും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീഡിയ ടീമിനെ ആരെയും ഫയർ ചെയ്യാൻ പറ്റൂല. മീഡിയ ടീമിനെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ആ ടീം വേണം. പക്ഷെ ആ സമയത്ത് അങ്ങനത്തെ ഒരു കൾച്ചർ ഒന്നും ഇല്ലല്ലോ. ഇല്ല, അതാണ് നമ്മൾ സത്യത്തിൽ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ ആദ്യത്തെ ഒരു ഇൻഹൗസ് മീഡിയ ടീം എന്നുള്ളത് നമ്മളതായിരിക്കും. അത് നമ്മൾ ഇൻഹൗസ് മീഡിയ ടീം എന്നുള്ളത് തന്നെ നമ്മൾ നന്നായി മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടുമിക്ക വീഡിയോയിലും പറയുന്നത് നമ്മളെ മീഡിയ ടീം ഇൻഡിവിജ്വൽസിനെയും കൂടെ നമ്മൾ കാണിക്കും. അപ്പോൾ കൂടുതൽ മീഡിയയിലേക്ക് വർക്ക് ചെയ്യാൻ സത്യത്തിൽ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ട്രെൻഡ് തന്നെ മാറി. നിങ്ങളൊരു ഇൻഡസ്ട്രി മാത്രമായിരിക്കില്ല, മൊത്തത്തിൽ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ മീഡിയ ടീം ഒക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് നിങ്ങളെ. അതെ അതെ അതെ, ശരിക്കും അതൊരു ഭയങ്കര റിസ്ക് എടുക്കലായിരുന്നു. പക്ഷെ ബ്യൂട്ടിഫുൾ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ ലെവൽ ഒറ്റയടിക്ക് നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഈ മീഡിയ ടീം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോസിലേക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീലാണോ, ഇനി അടുത്തൊരു ട്രാൻസിഷൻ എങ്ങനെയാണ്, യൂട്യൂബിലേക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകൾ ആക്റ്റീവ് ആണോ? അല്ല, നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമാണ്. അപ്പോൾ ആ ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ അടുത്ത ട്രാൻസിഷൻ യൂട്യൂബിൽ എപ്പോഴാണ് തുടങ്ങുന്നതെന്നും ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ വൈറലായി തുടങ്ങിയല്ലോ, അപ്പോൾ ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അത് ഈ യൂട്യൂബിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോവിഡ് ടൈമിലാണ് യൂട്യൂബ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ യൂട്യൂബൊക്കെ നമ്മൾ എന്നോ ചെയ്യേണ്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം എല്ലാത്തിനും ചെയ്യുന്നല്ലോ. കാരണം യൂട്യൂബ് റവന്യൂ എന്നുള്ളതിലേക്ക് അപ്പുറത്തേക്ക് യൂട്യൂബിന്റെ ഓഡിയൻസ് തന്നെ ഡിഫറെന്റ് ഓഡിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ പല സിനിമാറ്റിക് വീഡിയോകൾ യൂട്യൂബിൽ ഇടെങ്കിൽ കൂടെ യൂട്യൂബിലെ കംപ്ലീറ്റ് പ്രോഡക്ട്സിനെ കുറിച്ച് പറയുന്ന ഫുള്ളി വീഡിയോകളും നമ്മൾ ഇട്ടുണ്ടായിരുന്നില്ല. 2020 ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ ഒരു വലിയൊരു വീഡിയോ ഇടുന്നത്, ഒരു ബൈക്ക് ബിൽഡ് ചെയ്യുന്നതിന്. അത് നമുക്ക് അന്ന് ടൈം കോവിഡ് സമയത്ത് കിട്ടിയതുകൊണ്ട് ആ ഒരു ജേണി മൊത്തം ഞാനത് ഇന്തോനേഷ്യയിൽ നിന്ന് കുറച്ച് പാർട്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറേ ആയിട്ട് കൊണ്ടുവന്ന് വെച്ചാണ് അത് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. കോവിഡ് ടൈമിൽ ഫ്രീ കിട്ടിയപ്പോൾ ബിൽഡ് ചെയ്യുന്നത് ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് അത് ഭയങ്കര വൈറലായി. അപ്പോൾ യൂട്യൂബിന് സ്കോപ്പ് ഉണ്ട്, എല്ലാവരും പറഞ്ഞ് ചെയ്യണം നിങ്ങൾ. അപ്പോൾ യൂട്യൂബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമും കയറി വന്ന് യൂട്യൂബിൽ നിന്ന് അപ്പോൾ നല്ല കൺവേർഷനും വരാൻ തുടങ്ങി. കാരണം യൂട്യൂബിൽ ആൾക്കാർ വന്ന് കാണുമല്ലോ ഇത് എങ്ങനെയാണ് ഇവർ ചെയ്തെടുക്കണമെന്നില്ല. അതെ അതെ, നൈസ്. അപ്പോൾ അങ്ങനെ ഫുൾ വർക്ക് വരുന്ന സമയത്തൊക്കെ യൂട്യൂബിൽ ഇടാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഞാൻ പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളത് അതോടെ എസ്റ്റാബ്ലിഷ് ആയി. ബ്രാൻഡ്സ് തന്നെ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത്. പക്ഷേ കോവിഡ് ടൈമിൽ ഞാൻ ഈ ബൈക്ക് ബിൽഡ് ചെയ്യുന്നത് ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് പിന്നീടുള്ള അങ്ങനത്തെ സ്റ്റൈൽസിലുള്ള വീഡിയോകൾ കുറേ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെ നിങ്ങളെ പേഴ്സണൽ പ്രൊജക്റ്റ് ആണല്ലോ അല്ലേ യൂട്യൂബിൽ ഇട്ടത്, അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ഞാൻ കുറച്ചുകൂടി പറയുന്നത് ഫൗണ്ടർ ബ്രാൻഡിങ് ആണെന്നില്ല. അപ്പോൾ അതിപ്പോൾ നിങ്ങളെ ഒരു പേഴ്സണൽ പ്രൊജക്റ്റ് നിങ്ങൾ യൂട്യൂബിൽ ഇടുന്നു, പക്ഷെ നിങ്ങൾക്ക് അതിനോട് മനസ്സിലായി ഒരു ബ്രാൻഡുമായിട്ട് ഒരു ഫേസ് അറ്റാച്ച് ചെയ്യണം. യെസ്, അത് സത്യത്തിൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ അത് രണ്ട് രൂപത്തിലുണ്ട്. നിങ്ങളൊരു വലിയ ഫണ്ടഡ് കമ്പനി ആണെങ്കിൽ നിങ്ങളെ ഫേസ് ഒന്നും കാണിച്ചിട്ട് നിങ്ങൾ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ നോക്കിയിട്ട് ആ ബ്രാൻഡിന് ഡൈല്യൂട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആൾക്കാർ വലിയ ലെവലാന്ന് കരുതിക്കണം. അതെ അതെ, അതല്ല നിങ്ങൾ അത്ര ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾക്കില്ല, പക്ഷേ നിങ്ങൾ അങ്ങനത്തെ ഒരു ബ്രാൻഡാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആ ബ്രാൻഡിന് നല്ല രൂപത്തിലൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ആ ബ്രാൻഡിനോടുള്ളൊരു ട്രസ്റ്റും കൂടെ ആൾക്കാർക്ക് ഒരു ഫേസ് നിന്ന് പറയുകയാണെങ്കിൽ 100% കിട്ടും എന്നുള്ളതാണ്. അത് നമ്മൾ സിൻസിയർ ആവണം. നമ്മൾ വെറുതെ പറ്റിക്കൽ പരിപാടി ആവരുത്. നിങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവും. അതൊന്നും അധിക കാലമൊന്നും ബിക്കോസ് നമ്മളെ ബാൻഡ്ലോസിനെ സംബന്ധിച്ചിടത്തോളം ബാൻഡ്ലോസിൻ്റെ 2 സെയിൽ ഫ്ലാഗ്ഷിപ്പ് സെയിലുകളുണ്ട്. ഒന്ന് ബാൻഡ്ലോസിൻ്റെ ബർത്ത്ഡേ ബാഷ് നമ്മൾ ഏപ്രിലിൽ ചെയ്യുന്ന ഒരു സെയിലാണ്. പിന്നെ അതുപോലെ തന്നെ ബാൻഡ്ലോസിൻ്റെ ഇൻഡിപെൻഡൻസ് സെയില്, ഫ്രീഡം സെയില്, ഫ്രീഡം ബ്ലാസ്റ്റ് 2 സെയില് സത്യത്തിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെത്തുന്ന സെയിൽ. ഞാൻ ലൈനൊക്കെ ഉണ്ട് നിങ്ങളെ വീഡിയോസ്. നമ്മൾ അതെന്ന് പറഞ്ഞാൽ ഡിജിറ്റലി മാത്രം പ്രൊമോട്ട് ചെയ്തിട്ട് ആൾക്കാർ വരുന്നത്. ആൾക്കാർക്ക് ട്രസ്റ്റാണ്. വന്നിട്ടുള്ള ആളുകൾ ഫുൾ കൈനിറയെ സാധനമായിട്ടാണ് പോകുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് എങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നത്. ഡെഡ് സ്റ്റോക്ക് ആയിട്ട് പാൻ ഇന്ത്യയിൽ ഉള്ള ഡീലർമാരുടെ അടുത്ത് നിന്നൊക്കെ ഡെഡ് സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങിക്കുന്നു. ബ്രാൻഡ്സിനോട് സംസാരിക്കുന്നത് നിങ്ങളെ പ്രോഡക്ട്സുകൾ വിറ്റരാ. കറക്റ്റ്. നിങ്ങൾ വെറുതെ ഇതൊക്കെ ആൾക്കാർ ചെയ്തിരുന്നില്ല പണ്ടൊന്നും. പക്ഷെ ഇതിങ്ങനെ വർഷങ്ങളോളം വെച്ച് കേടായി പോകുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ ക്യാഷ് കുറച്ച് ലോസ് വരണാണെങ്കിൽ ലോസ് വരട്ടെ, അല്ലെങ്കിൽ ക്യാഷ് റോൾ ആവണല്ലോ. ക്യാഷ് റോൾ ഈ സാധനം വെച്ചിട്ട് സ്ഥലം പ്രശ്നം, ഈ സാധനം ഇത് ഇങ്ങനെ ഈ തോട്ട് ഇവരെയും കൂടി പഠിപ്പിക്കാണ്. ഇനി ഹിന്ദിക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാന്ന്
തുടങ്ങിയല്ലേ. അപ്പോൾ അവരോട് പറയും നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ക്യാഷ് നിങ്ങളിവിടെ 3 ദിവസത്തിൽ നമ്മൾ സെയിലാണ് ഓൺലൈനിലും ഇപ്പൊ വിറ്റര റെഡി പേയ്മെന്റ് വെറുതെ എടുത്തു വെച്ച് നിൽക്കണ്ട, നിങ്ങൾ കിട്ടിയ വിലക്ക് കൊടുക്കുക, ലാഭം നോക്കണ്ട. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇവരെ ഡെഡ് സ്റ്റോക്ക് ഒക്കെ ആദ്യം വാങ്ങിയിട്ട് ഇത് നമ്മൾ കസ്റ്റമേഴ്സിന് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതിൽ വലിയ ലാഭം ഉണ്ടാക്കൽ മാത്രമല്ല, മിനിമൽ പ്രോഫിറ്റ്, ലാർജ് വോളിയം. ഇതൊരു ഗിവിംഗ് ബാക്കും കൂടാണ് കസ്റ്റമേഴ്സിന്. ഒരു കൊല്ലം മൊത്തം കച്ചവടം ചെയ്തിട്ട് നമ്മളുള്ള സാധനം ഒരു എസ്റ്റാബ്ലിഷ് ആക്കാന്നുള്ള ഇത് ഭയങ്കര റിസൾട്ടായി. അപ്പോൾ ഈ സെയിലാവുന്ന സമയത്തിന് തന്നെ ഡീലേഴ്സ് അല്ലെങ്കിൽ ബ്രാൻഡ്സ് ഒക്കെ വിളിച്ചു തുടങ്ങുക, ഈ വർഷത്തേക്ക് ഇത്ര സ്റ്റോക്ക് ഉണ്ട്, എല്ലാവർക്കും. ഇത് ട്രെൻഡിങ് പ്രോഡക്ട്സുകളാണ് നമ്മൾ ചെയ്യുന്ന ബിസിനസ്. പർച്ചേസിൽ എങ്ങനെ വന്നാലും പ്രോഡക്ട്സുകൾ ചിലത് ഭയങ്കര ക്ലിക്കാവും, ചിലത് എങ്ങനെ ആയാലും ഒരു ഡെഡ് സ്റ്റോക്ക് എന്ന് പറയുന്ന സാധനം എന്തായാലും ബിസിനസ്സിലുണ്ട്. നമ്മൾ ട്രെൻഡിങ് ബിസിനസ് ആയിരുന്നു. ഇത് വേഗം ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ സംഭവമാണ് നമ്മൾ സെയിൽ. അത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ സാധനത്തിലേക്കൊക്കെ ഒരു റൂട്ട് മാപ്പ് എന്ന് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വളരെ ഞാൻ വീഡിയോ പറയുന്ന സമയത്ത് പീപ്പിൾ ട്രസ്റ്റ് ആയിട്ട് അത് ഒരിക്കലും ബ്രേക്ക് ചെയ്യാനും പാടില്ല. അതൊക്കെ ഒരൊറ്റത് മതി നമുക്ക് ബ്രേക്ക്. പക്ഷേ വി ആർ ഡൂയിങ് ഇറ്റ് ഫ്രം ഹാർട്ട്. അത് നന്നായിട്ട് തന്നെ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മൾ ഈ ചെയ്യുന്ന പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പേഴ്സണൽ ബ്രാൻഡിങ് നിങ്ങൾ തുടങ്ങി. പിന്നെ ഈ ഓൺലൈനിലേക്കുള്ള ചുവടുവെപ്പ് ആക്ച്വലി പിന്നെ നിങ്ങൾ ഡിജിറ്റൽ വെച്ചിട്ട് ഓഫ്ലൈൻ സ്റ്റോറിലാണ് ആളെ കൊണ്ടുവരുന്നത്. ഈ ഓൺലൈനിലേക്കുള്ള ചുവടുവെപ്പ് എങ്ങനെയാണ്? നമ്മൾ വാട്സപ്പ് സെയിൽ ആദ്യം ആൾക്കാർ നമ്മൾ കേരളത്തിന്റെ പുറത്തുനിന്നൊക്കെ പിന്നെ നമ്മൾ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ട് നമ്പറിലേക്ക് വിളിച്ചിട്ട് കസ്റ്റമർ കെയർ ഒന്നുമില്ല അന്ന് ഞാനൊക്കെ തന്നെ നമ്മൾ തന്നെ നമ്പർ ഉപയോഗിക്കുന്നത്. പിന്നീട് കസ്റ്റമർ കെയർ ഒക്കെ ആയി പറഞ്ഞത്. ആൾക്കാരിങ്ങനെ വിളിച്ചിട്ട് രാവിലെ രാത്രി എന്നൊക്കെ ഇല്ലാതെ ആൾക്കാർ പ്രോഡക്ട്സ് ഫേസ്ബുക്കിൽ കണ്ടത് ഓർക്ക് വേണം. അപ്പോൾ ഓർക്ക് അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കണം. ഇവർക്ക് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടാണല്ലോ ഫേസ്ബുക്കിലുണ്ട്. അപ്പോൾ അവർക്ക് ലൈവ് ഫോട്ടോ വേണം. അപ്പോൾ ലൈവ് ഫോട്ടോ അയച്ചു കൊടുക്കും. അപ്പോൾ അപ്പം തന്നെ പൈസ ഇടാനുള്ള പരിപാടികൾ ചെയ്യും. അതിന് മുന്നെയാണ് UPI ഒന്നും ഇല്ലാത്തതിന് മുന്നേ. അപ്പോൾ അവർ പൈസ ഇട്ട് തരും, നമ്മൾ സാധനങ്ങൾ അയക്കും. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അയക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നമ്മളൊരു എമൗണ്ടേക്ക് പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കില്ല ചിലപ്പോൾ അതാവുക, അതായാലും കൂടുതലാവും, ചിലപ്പോൾ അതിൽ കുറയും. ഇതൊരു കാൽക്കുലേഷൻ ഇല്ലാത്ത പക്ഷെ ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇ കോമേഴ്സിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ ഇതിനാണ് ഫ്യൂച്ചർ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഉറപ്പിച്ച്. കാരണം നമുക്ക് റീച്ച് പാൻ ഇന്ത്യ ഉണ്ട്, ആൾക്കാർക്ക് പ്രോഡക്ട്സും വേണം, ട്രസ്റ്റുമായി. പിന്നെ എന്താ പറഞ്ഞാൽ ഒന്നാമത്തെ ട്രസ്റ്റ് അങ്ങനെ നമ്മളൊരു പ്രാചീന കാലങ്ങളിലുള്ള ബിസിനസ്സിനെയൊക്കെ അപ്പുറത്തേക്ക് ബൈക്കിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രീനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള ഒരു സ്കോപ്പ് നമുക്കുള്ളത് കൊണ്ട് തന്നെ പാഷൻ ഡ്രിവൺ പ്രോഡക്റ്റിൽ ആ ക്വാളിറ്റി നമ്മൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. വെറുതെ അപ്പാർട്ട് ഫ്രം വെറുതെ കുറെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല, നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണല്ലോ എൻഡ് ഓഫ് ദ ഡേ ഇതുകൊണ്ടൊക്കെ വേണ്ടത്. ആ സാധനം നമ്മൾ ഒരിക്കലും നമ്മൾ എടുത്ത് കളയാൻ പാടില്ല. എന്താണ് നമ്മൾ ചെയ്യുന്ന ബിസിനസ്? നിങ്ങളിപ്പോൾ ഒരു ബൈക്കിന്റെ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ആ സാധനം ഷുഡ് ഹെൽപ്പ് ഫോർ യുവർ നിങ്ങളെ റൈഡിന്. അത് നമ്മൾ ചെയ്യുന്നോണ്ട് ആൾക്കാർക്ക് അറിയാം നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാം, ഓതന്റിക് ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ടീമിനും അറിയുന്ന സാധനം. ഇത് പല വാട്സാപ്പിലൂടെ സെയിൽ ഇങ്ങനെ പുറത്തേക്ക് കൊടുക്കാൻ തുടങ്ങി വാട്സാപ്പിൽ. അപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റ് നിർബന്ധം. ഇതൊരു വെബ്സൈറ്റ് ഇല്ല, അതൊരു വെബ്സൈറ്റ് ഇല്ല. അപ്പോൾ 2014 ബിസിനസ് തുടങ്ങി 2018 വെബ്സൈറ്റ് സ്റ്റാർട്ട് ആവാണ്. അപ്പോൾ 2017 അതിൻ്റെ ഇടയിൽ B2B ആയി കഴിഞ്ഞു. ബിക്കോസ് നമ്മൾ ബിസിനസ് ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ വരുന്നുണ്ട്, അവർക്ക് തുടങ്ങണം എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ കുറേ പേര് അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് ഡൽഹിയിൽ ബോംബെയിലൊക്കെ കണക്ട് ചെയ്ത് കൊടുത്ത് അവരും ഡൽഹിയിൽ ബോംബെയിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്തൊന്നും കറക്റ്റ് ആവുന്നു. ഈ ഡൽഹിക്ക് അവിടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡാമേജ് സാധനങ്ങൾ കുറേ കയറ്റി വിടും. അത് നഷ്ടം സംഭവിക്കും, ഉറപ്പായിട്ട് നഷ്ടം സംഭവിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് 2017 നമ്മൾ B2B അങ്ങോട്ട് തുടങ്ങി. നമ്മൾ അതേ ഷോപ്പുകൾക്ക് കൊടുക്കാൻ തുടങ്ങി. കാരണം അവർക്ക് ഈ പ്രോബ്ലം പർച്ചേസ് പ്രോബ്ലം സോൾവ് ചെയ്ത് ഇവരെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവർ പറ്റിക്കപ്പെടും. കാരണം ഇത് വീണ്ടും വിൽ പവറിൽ തിരിച്ചു വരാൻ പറ്റാത്ത ആൾക്കാർ ഈ സീനിൽ പിന്നെ ഉണ്ടാവില്ല. എല്ലാ ബിസിനസ്സും അവരുണ്ടാവില്ല, ഉറപ്പാണ്. ഇത് ഒരു മേജർ പ്രശ്നം എന്നുള്ളത് അറിയാം. ഇതാണ് ഫസ്റ്റ് നമ്മൾ സോൾവ് ചെയ്തത്. നിങ്ങളെ ഒരിക്കലും നിങ്ങൾ പറ്റിക്കപ്പെടില്ല. കറക്റ്റ്. 10 രൂപ ചിലപ്പോൾ കൂടുതലുണ്ടാവും നമ്മൾ ട്രാൻസ്പോർട്ടേഷനും മറ്റുള്ള സാധനങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷെ നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്നുള്ളത്. കറക്റ്റ്. അപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് ആ പ്രോഡക്ട്സ് പോകണില്ലെങ്കിൽ ആ പ്രോഡക്ട്സ് ചിലപ്പോൾ എനിക്ക് വേറെ സ്ഥലത്ത് പോകും, അതങ്ങോട്ട് തന്നോ. അതായത് എല്ലാവരും ഗ്രോ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ കൊണ്ടുവന്നത്. വെറുതെ ഒരു വൺ ടൈം കൊടുത്തിട്ട്. കാരണം നമ്മൾ റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, നമുക്കറിയാം ഒരു റീറ്റെയിലാറിന്റെ വിഷമം എന്താണ്.
അങ്ങനെ ഓൾറെഡി കൊണ്ടുപഠിച്ചതാണല്ലോ കോഴിക്കോട്. ഇത് സോൾവ് ചെയ്യണം എന്നുള്ളത് വളരെ അത്യാവശ്യം. നമ്മൾക്ക് ഈ ഈ ബിസിനസ്സിനെ ഇല്ലാതായി പോണ സാഹചര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഈ റോങ് ഡെലിവറബിൾസ് നമുക്ക് കിട്ടിയിട്ടും കാരണം വിഷമം വരും. ഇത് തിരിച്ചയക്കാന്ന് പറയുന്നത് ഇപ്പൊ ഡൽഹിക്ക് മുമ്പേക്ക് തിരിച്ചയക്കാന്ന് പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നോക്കുമ്പോൾ മതി പണ്ടാറ് സ്ക്രാപ്പിലിടുന്നുള്ള അവസ്ഥയിലെത്തും. ഭയങ്കര വിഷമമുള്ള പരിപാടി, നമ്മൾ പറ്റിക്കപ്പെടാം. ഇത് പൊതുവെ ഉണ്ടാവുന്ന സാധനം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇതാണ് ആദ്യം സോൾവ് ചെയ്ത് B2B തുടങ്ങി. ഇന്ന് B2B തുടങ്ങി. B2Bയിൽ ഈ പ്രശ്നം സോൾവ് ചെയ്ത് പിന്നെ ഐഡിയാസ് ഇവർക്ക് കൊടുക്കാൻ തുടങ്ങി. നിങ്ങളുടെ സ്റ്റോർ ഇങ്ങനെ ഡിസൈൻ ചെയ്യുക, നിങ്ങൾക്ക് ഇന്ന എത്ര സാധനങ്ങൾ അവിടെ വെക്കാം, ഓരോ ബജറ്റ് അനുസരിച്ച് ഫുള്ള് കസ്റ്റമൈസ് ചെയ്തിട്ട് സാധനങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമുക്ക് കേരളത്തിൽ ഇങ്ങനെ പല പല സ്ഥലത്ത് ഇങ്ങനെ, അപ്പോൾ നമ്മൾ അതിനൊരു ഡിപ്പാർട്ട്മെന്റ് ആക്കി, അതൊരു സ്ഥലത്തായി. ഇ കോമേഴ്സ് 2018 കൂടിയിട്ട് ഇ കോമേഴ്സ് വെരി ഇതിൽ ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത്. ഈ വെബ്സൈറ്റ് ഓൺലൈൻ വെബ്സൈറ്റ് വേണമെന്ന് മാത്രമേ ഉള്ളൂ അർത്ഥത്തില്. ഇതിനെക്കുറിച്ച് വലിയ കഥ ഒന്നുമില്ല. ഇനിയല്ലേ കഥ വരുന്നത്. 2018 അങ്ങനെ ഒന്ന് അങ്ങോട്ടേക്ക് ഇരുന്നാലോ. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് ഏജൻസികളെ നമ്മൾ സമീപിക്കാനുള്ളത്. അതിനെ സമീപിച്ച് വെബ്സൈറ്റ് വേണം. അപ്പോൾ ഓരോരുത്തരും കുറച്ച് ഫോട്ടോസ് വേണം, ഇങ്ങനെ വേണം, കുറച്ച് റിക്വയർമെന്റ്. അത് നമ്മൾ അതിൽ ഉഷാറാണ്. അതാക്കി ഫോട്ടോസ് ആക്കി. പിന്നെ സത്യത്തിൽ ഒരു 6 മാസം പ്രോഡക്റ്റ് ഫോട്ടോഷൂട്ട് അതൊരു ഏജൻസിയായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട്, കാരണം നമ്മൾക്ക് അറിയാത്ത സ്റ്റൈലിലാണ് ഇത് വേണം എന്നുള്ള, ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല, ഓരോ റിക്വയർമെന്റ് പ്രകാരം നമ്മളൊരു ടീമിന് കൊടുത്ത് ഒരു 6 മാസം ഫോട്ടോഷൂട്ടോട് ഷൂട്ട്. ഇത് ഒരു പ്രൊഡക്ഷൻ്റെ 5-6 ആംഗിളിൽ വേണം. ഇങ്ങനെ ലിസ്റ്റാക്കി വെബ്സൈറ്റ് ഫൈനലി ഒരു വർഷം 2017 തുടങ്ങിയതാണ്. 2018 നമ്മൾ സാധനമായി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓൺലൈൻ സെയിൽ വരികയാണ്. അവർ നമ്മൾ റീറ്റെയിൽ സെയിൽ സക്സസ്ഫുൾ ആണ്, ഭയങ്കര പേരുണ്ട്. ഓൺലൈൻ സെയിൽ അന്നത്തെ ആദ്യത്തെ ഒരു സെയിൽ 2018 സെയിൽ ലൈവ് 12 മണിക്കാണ് ലൈവ്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മളിലുണ്ട്. കാരണം 12 മണിക്ക് കയറുന്ന ആൾക്കാർക്ക് കുറേ സാധനം, ലോഞ്ച് ഓഫർ ഭയങ്കര പ്രൈസിന്. നമ്മളിപ്പോൾ ഒരു ചില കൈൻഡ് ഓഫ് ഹെൽമെറ്റ് ഒരു 10,000 ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 1,000 കൊടുത്തളയും. അത് ഫസ്റ്റ് കയറുന്നവർക്കേ കിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്. അത് ഓൾറെഡി മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ സോർട്ടറാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യുന്ന 12 മണിക്ക് തന്നെ നമ്മൾ സ്റ്റോറിലാണെങ്കിൽ രാത്രി മുതലേ ക്യൂ നിൽക്കാറുണ്ട് ആൾക്കാർ. പിന്നെ ഓൺലൈനിലും അതേപോലെ തന്നെ 12 മണിക്ക് വെബ്സൈറ്റ് ലൈവായ സമയത്ത് ക്രാഷായിട്ട് പിന്നെ ഭയങ്കര പ്രൈസിങ് ഒക്കെ കൊടുത്ത കുറേ പ്രോഡക്ട്സ് ഉണ്ട്. ഇതിനു വേണ്ടി ആൾക്കാർ കാത്തിക്കുക. ആൾക്കാർ തെറി വിളിക്കാൻ തുടങ്ങി. അത് നമ്മൾ ആ PHPയിലായിരുന്നു ഡെവലപ്പ് ചെയ്ത്. ഇതിൽ കസ്റ്റമാണ് ചെയ്തത്. മാത്രമല്ല ഷെയർഡ് നെറ്റ്വർക്ക് ഇതിൽ ഹോസ്റ്റിങ്ങിലാണ്. അപ്പോൾ പഠിച്ചിട്ട് ഇപ്പൊ സമാധാനത്തിൽ ഇരിക്കാനുള്ള റീസണും കൂടെ പറയാം. അങ്ങനെ ആ ഏജൻസിനെ വിളിക്കുന്ന, രാത്രിയിലേക്ക് വിളിക്കുന്ന, അവരിരുന്ന് നടക്കില്ല എന്നുള്ളത് ഉറപ്പായി. മഴ ഇങ്ങനെ പെയ്തു തുടങ്ങിയിരിക്കും. ആ മഴ പെയ്തു തുടങ്ങി ഫുള്ള് തെരുവിലെയാണ്. ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. രാവിലെ ആകുമ്പോഴേക്ക് ന്യൂസ് വന്നു, ഓൾറെഡി കേരളം വെള്ളത്തിൽ പോയിരുന്ന പ്രളയമാണ്. അപ്പം തന്നെ പോസ്റ്റ് 2018 പോസ്റ്റ് കയറി നമ്മളത് ഡ്യൂ ടു ഫ്ലഡ്, ഓഫീസൊക്കെ വെള്ളത്തിലായി. അതുകൊണ്ട് നേരെ അത് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയി. സോറി, നമ്മൾ പറ്റിച്ചല്ല, ഇത് സെർവർ കുറെ ഓഫീസുകളൊക്കെ അങ്ങനെ അയക്കുന്നത്. നമ്മളെ ഗോഡൌണിലെ പല ഭാഗങ്ങളും അപ്പം തന്നെ ആയിട്ടുണ്ട്. പക്ഷേ നമ്മളിത് അപ്സ്റ്റെയറിലായതുകൊണ്ട് ഇതിലേക്ക് വെള്ളം കയറിയിട്ടില്ല. പിന്നെ ഒന്നും അയക്കാനൊന്നും പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു ബ്രേക്കാണ്. ഇനി അടുത്തൊരു പുതിയ ഡേറ്റ് അറിയിക്കും. അപ്പോൾ അതിൽ സേഫായി. പിന്നെ വെബ്സൈറ്റ് തൽക്കാലത്തേക്ക് പിടിച്ചെന്ന് പുതിയ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഇവര് പോരാ, നമുക്ക് കുറച്ചും കൂടെ നല്ല എസ്റ്റാബ്ലിഷ് പുറത്തുള്ളൊരു മുംബൈ ബേസ്ഡ് ഒരാളെ പിടിച്ച ആള് ഭയങ്കര ഇവരെ ടെക് വാക്കുകളും ഭയങ്കര ഈ ആൾക്കാരെ തന്നെ പ്രശ്നം ഭയങ്കര. അയ്യോ, ഏത് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവര് അങ്ങനല്ല, അതായത് ഇതിനെക്കുറിച്ച് വലിയ അറിയാത്ത ആളുകളെ ഇവരെ ടെക്നിക്കൽ വേർഡുകളൊന്നും ഒരിക്കലും നമുക്കൊരു പെട്ടെന്നൊരാൾക്കൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല. ആകെ ഇവർ ആക്ട് ചെയ്യണതിൽ ആ ഒരു പേഴ്സണാലിറ്റി നോക്കുക. ബാക്കി ഇതൊക്കെ ഭയങ്കര പ്രോമിസിംഗ് ആയിരിക്കും. പറഞ്ഞ സമയത്തൊന്നും ഈ സാധനം ഡെലിവറി കിട്ടാൻ പോകില്ല. നമ്മൾ തലൊത്തി പറയണം. നിങ്ങൾ ആൾക്കാരും ഇതിന് ചുറ്റുപാടിട്ടൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാനാ. അങ്ങനെ ഇപ്പൊ കുറെ മാറിയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ മാറ്റിക്കൊണ്ടുവരാണ് എക്സാക്ട്ലി. അല്ല, അങ്ങനെ ഇപ്പൊ ആളുകൾ എഡ്യൂക്കേറ്റ് ചെയ്ത് തുടങ്ങി. നിങ്ങളൊക്കെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്ത് തുടങ്ങി. നമ്മൾ ഇവർ പറയുന്നത് മാത്രം കേൾക്കണ ഒരു സാഹചര്യത്തിൽ അന്ന് നിങ്ങൾ പറയുന്ന തരത്തിൽ യൂട്യൂബിൽ ഇങ്ങനെ വിജനമായ വീഡിയോകളും ഇതൊന്ന് നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടി
അങ്ങനെ അടുത്ത ആളെ കൊടുത്ത് സാധനം കൊടുത്ത് കൈത്തച്ച് വെച്ച് കൊടുത്ത് ഭയങ്കര പൈസ കുഴപ്പമില്ല, പൈസ നമുക്ക് സ്കോപ്പ് ഉണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം, നമ്മള് ഓൾറെഡി ക്രാഷ് ആയതാണല്ലോ, അപ്പൊ കസ്റ്റമേഴ്സ് റെഡിയാണ്, കസ്റ്റമേഴ്സ് റെഡിയാണ്, നമുക്ക് കോൺഫിഡന്റ് ആയി സാധനത്തിൽ പോകുന്നുള്ള. അങ്ങനെ ഒരു 3 monthsന്റെ അടുത്ത് അതിന്റെ സാധനം വേറെ ലെവലിൽ ബിൽഡ് ചെയ്തിട്ട് അപ്പൊ സെയിൽ ഹോൾഡ് ചെയ്തിട്ടുള്ളത്. പുതിയ വെബ്സൈറ്റ് വമ്പൻ സാധനമായിട്ട് നമ്മൾ ഓപ്പൺ കാർട്ടിലാണ് രണ്ടാമത് ചെയ്തത്. അതിൽ ഗംഭീരമായിട്ട് വെബ്സൈറ്റ്. ഇതേ പ്രശ്നം, സെയിലിൻ്റെ അന്ന് രാത്രി 12 മണിക്ക് വെബ്സൈറ്റ് ക്രാഷ്, വീണ്ടും ക്രാഷ്. നാണക്കേടായി ആൾക്കാരെ മുന്നിൽ ആകെ അന്ന് അപ്പോളജി ചെയ്ത് സാധനം നിങ്ങൾ നിങ്ങൾ ഡ്യൂ ടു യുവർ ഓവർ റെസ്പോൺസ് സാധനം ക്രാഷ് അയക്കുന്നു. അടുത്ത അറിയിപ്പുണ്ട് അവിടെ വരെ. പക്ഷെ കുറച്ച് തെറിയൊക്കെ കേട്ടാലും നമ്മൾ ഓൾറെഡി പിന്നെ വാശിയായി, ഇനി ഇത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല, ഇത് ഫോക്കസ് ചെയ്തിട്ട് തന്നെ. അങ്ങനെ എൻ്റെ വൈഫ് MCA ഓൾറെഡി ഇ-കൊമേഴ്സിന് വലിയൊരു പ്രാധാന്യം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ് നമ്മളൊരാളും കൂടെ ഈ ലാംഗ്വേജ് മനസ്സിലാവുന്നതിൻ്റെ ഉള്ളിൽ വേണം എന്നുള്ളത് നിർബന്ധമായി. അപ്പോഴത്തേക്ക് വൈഫ് കഴിഞ്ഞ് നേരെ ജോയിൻ ചെയ്തിരുന്ന കമ്പനിയിൽ. ഇപ്പോഴാണ് ഷോപ്പിഫൈ എന്ന് പറയുന്ന ഒരു മഹാലോകത്തെ പറ്റി മനസ്സിലാക്കുന്നത്. വലിയ കഴിവൊന്നും വേണ്ട, നമുക്ക് ആർക്കെങ്കിലും ഇടപെട്ട പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. മറ്റേതൊരു വെബ്സൈറ്റിൽ ഒരു സാധനം മാറ്റിയെങ്കിൽ 100 വിളി ഓരോ വിളിക്കണം, ഇതൊന്നും ഇങ്ങോട്ട് ഇട്ടുതരോ, അത് അങ്ങോട്ട് ഇട്ടുതരോ എന്ന് വെച്ചിട്ട്. അത് ഇതൊന്നല്ല, സമയം പോണതാണ്. പിന്നെ രണ്ടാമത്തെ വെബ്സൈറ്റിന് എത്ര സമയം എടുത്ത്? രണ്ടാമത്തെ വെബ്സൈറ്റ് നമ്മൾ 3 months പൈസ കൂടുതൽ കൊടുത്തിട്ട്, ആൾക്കാരെ മറ്റേ ഓൾറെഡി ചെയ്തു വെച്ച സാധനം ആക്കിയാൽ മതി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നമുക്ക് മനസ്സിലായി. ഇത് മൂന്നാമത്തെ ഷോപ്പിഫൈയിൽ കയറിയപ്പോൾ സേഫായി. ഷോപ്പിഫൈയിൽ അപ്പോൾ ബിസിനസ് നന്നായി കൂടി. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ലാഭം ആലോചിച്ച് ഷോപ്പിഫൈൻ്റെ കമ്മീഷൻ, ഷോപ്പിഫൈൻ്റെ ആണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യുന്ന പിന്നെ നമുക്ക് പഴയതിലേക്ക് ഒന്ന് വലിയ നല്ല ടീമിനെ പിടിച്ചിട്ട് പോകാം. അങ്ങനെ ഷോപ്പിഫൈ നല്ലപോലെ പോകുന്നുണ്ട്, അടിപൊളി ബിസിനസ് നടക്കുന്നുണ്ട്. പക്ഷേ കമ്മീഷനൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെറുതെ കൊടുക്കണ്ട, നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്ത് 2-2% എല്ലാം കൂടെ ആയിട്ട് പോകും. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു സാധനം ട്രൈ ചെയ്ത് നമ്മളതായിട്ടുള്ള ഷോപ്പിഫൈ മാറ്റിയിട്ട് കസ്റ്റമർ അത് വീണ്ടും കുറേ പൈസ പോയി. അത് ഭയങ്കര പ്രതീക്ഷയോടെ തുടങ്ങിയാണ്. അതിന്റെ സ്റ്റേക്ക് വേണമെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞത് ഉണ്ടാക്കി തന്നൊരു ടീമിന്, കാരണം അത് വലിയ ടീമാണ്. അത് സക്സസ്ഫുൾ ആയില്ല, നമ്മൾ വിചാരിച്ച രൂപത്തിലേ എത്തുന്നില്ല. അതും ഡിപ്പെൻഡൻസി കൂടുതൽ, ഓരോ വിളിക്കണം വീണ്ടും ഓരോ ഭയങ്കര കൂടുതൽ. അത് സത്യത്തിൽ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ വീണ്ടും ആ പൈസ പോയാലും കുഴപ്പമില്ല, വിൽ ബാക്ക് ടു ഷോപ്പിഫൈ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എൻ്റെ വൈഫാണെങ്കിലും നമ്മുടെ ടീമിന് റൺ ചെയ്യാൻ പറ്റണം, പ്രശ്നം വന്നാൽ നമ്മൾ തന്നെ സോൾവ് ചെയ്യാൻ പറ്റണം. കറക്റ്റ് ഒരു സാധനം. ഇപ്പൊ ഏകദേശം ഐ തിങ്ക് നമ്മളൊരു 1 million+ കസ്റ്റമേഴ്സ് ഇ-കൊമേഴ്സിലൂടെ മാത്രം ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അടിപൊളി. അപ്പൊ ഓഫ്ലൈനിൽ എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പൊ? എങ്ങനെയാണ് ഒരു സ്പ്ലിറ്റ്? എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടും മാച്ചായി തുടങ്ങിയിട്ടാണുള്ളത്. ഇ-കൊമേഴ്സ് ഇനിയും കൂടാനാണ് സാധ്യത. ഇ-കൊമേഴ്സ് ഏത് കൺട്രിയിലും പോവാം, ഏത് കൺട്രീസിലും പോവാം. സത്യത്തിൽ റോയൽ എൻഫീൽഡ് എവിടെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ സത്യത്തിൽ പ്രോഡക്ട്സുകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് ആളുകൾ ഷിപ്പ് ചെയ്ത് പോകുന്നതിൽ കൂടുതൽ ആളുകൾ ഇവിടുന്ന് വാങ്ങിയിട്ട് പലരും പോകുമ്പോൾ കൊണ്ടുപോവാ ചെയ്യണത്. അപ്പൊ ഇ-കൊമേഴ്സിന്റെ സ്ഥിതിഗതികൾ അങ്ങനെ പോണത്. അപ്പൊ നിങ്ങൾ അതിന്റെ അടുക്ക് നിങ്ങൾ പറഞ്ഞു നിങ്ങളെ 2 ബ്രാൻഡ് തുടങ്ങിയത്, അതിന് പിന്നില്ല ചേതോവികാരം എന്താണ്? അല്ല, അത് ഇ-കൊമേഴ്സ് ഏകദേശം നമുക്ക് മനസ്സിലായി, സാധനം നല്ലോണം നടക്കുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ക്രാക്ക് ചെയ്തു, ഇ-കൊമേഴ്സ് നിങ്ങൾ ക്രാക്ക് ചെയ്തു. ഇനി എന്തുകൊണ്ട് സ്വന്തം ബ്രാൻഡ്സ്? അതായത് നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ തന്നെ പ്രോഡക്ട്സുകൾ നമ്മൾ ആദ്യം പല വെൻഡേഴ്സിൻ്റെ അടുത്തൊന്നും വാങ്ങിക്കാറില്ല. തുടക്കം അങ്ങനെ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഡൽഹി ബോംബെയിലൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് സാധനങ്ങൾ മേടിക്കും. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കുള്ള റിക്വയർമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കറ്റിലുള്ള ആൾക്കാർക്ക് മീറ്റ് ചെയ്യാൻ പറ്റണില്ല, നമ്മളെ റിക്വയർമെൻറ്റ് പോലും മീറ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ പല വെൻഡേഴ്സിൻ്റെ അടുത്തൊന്നും സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി. കാരണം നമ്മളെ വോളിയൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ നമ്മൾ പറയുന്ന ഐഡിയ പോലും ഇവർക്ക് മനസ്സിലാവണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഐഡിയകളൊക്കെ വെച്ചിട്ട് പ്രോഡക്ട്സുകൾ ഉണ്ടാക്കാം, അതിലേക്ക് ഇനി എത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ പല വെൻഡേഴ്സായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മളെ പ്രോഡക്ട്സുകൾ നമ്മൾ R&D ചെയ്യുന്ന പ്രോഡക്ട്സുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി പല ഫാക്ടറികളിൽ. പക്ഷെ അവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്ട്സുകൾ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ഇവർ
ചെറിയ ഡിസൈനൊക്കെ മാറ്റിയിട്ട് നമ്മളറിയാതെ എഗ്രിമെന്റിലൊക്കെ നമ്മൾ അവർ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത്, പക്ഷെ നമ്മളറിയാതെ സൈഡിലൂടെ ഇതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി. ബാക്കിയുള്ളവർക്ക് അപ്പം എന്നിട്ട് ഓരറിയാത്ത പോലെ നമ്മൾ റിലേഷനൊക്കെ ബ്രേക്ക് ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക്. പക്ഷെ നമ്മൾ ആ ഒരു 2 വർഷം കൊണ്ട് മാനുഫാക്ചറിങ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പലതും പഠിക്കുന്നുണ്ട്. കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഞങ്ങൾ ചെയ്തിരുന്നത്, അതായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇനി അടുത്തത് അപ്പോഴേക്കും നമ്മൾ 2 ബ്രാൻഡ് ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഉണ്ടാക്കിയത് ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് റേഞ്ച് അന്ന് നമ്മൾ ഉണ്ടാക്കിയ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി. റോയൽ എൻഫീൽഡ് ബൈക്കിന് ചെയിൻ സ്പ്രോക്കറ്റിന് പകരം ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റം നമ്മൾ ഹാർലിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആണ്, പിന്നെ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റുന്ന പോലെ അത് മാറ്റണ്ട. ബുള്ളറ്റിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതെ മാറ്റണം എന്നുള്ളത്. അപ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്യുന്ന ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലെഗൻഡറി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അന്ന് എസ്റ്റാബ്ലിഷ് ആയി. അത് നമ്മൾ ഇന്റർനാഷണലി പല സ്ഥലത്ത് റോയൽ എൻഫീൽഡിലോട്ടൊക്കെ അയച്ചിട്ട് ഭയങ്കര റിപ്പോർട്ട് കിട്ടിയൊരു സാധനമായിരുന്നു. പിന്നെ എക്സോസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി. അന്ന് എക്സോസ്റ്റിനൊന്നും ഇത്ര പോലീസ് പ്രശ്നവും വീഡിയോ ഒന്നുമില്ല. അത് നമ്മൾ ലെഗൻഡറി എന്നുള്ളവർ. അപ്പോൾ അതൊരു പ്രീമിയം സെഗ്മെന്റിൽ അങ്ങനത്തെ ഒരു റേഞ്ചിലേക്ക് വരും. പ്രൈസ് കൂടുതലാണ്, പൈസ ഉള്ളവരെ വാങ്ങിക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തതിന് ആളുണ്ടെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ JB റേസിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഡക്ട്സ് റേഞ്ച് എല്ലാ അതിലും ഉണ്ടാക്കണം. അതായത് എനി ആൾക്കാർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു റേഞ്ചിലുള്ള പ്രോഡക്ട്സുകളും. ഇപ്പോൾ ഒരു വണ്ടിക്ക് ഇപ്പോൾ റോയൽ എൻഫീൽഡ് ബൈക്കാണെങ്കിൽ റോയൽ എൻഫീൽഡ് ബൈക്കിന് തന്നെ 2 റേഞ്ച് ഓഫ് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതെ അല്ലേ? കറക്റ്റ്. അപ്പോൾ നല്ലത് വാങ്ങിക്കേണ്ട ആളുകൾക്ക് ദേ കൻ പ്രിഫർ ലെഗൻഡറി. അത് അടിപൊളി പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ പാക്കിങ് ഡിഫറെൻ്റ് ആണ്, അത് കിട്ടുമ്പോൾ തന്നെ ഫീലേ ഡിഫറെൻ്റ് ആണ്. അതാണ് നമ്മൾ എയിം. JB റേസിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ ഡൽഹി പോയിട്ട് ഒരു ബ്രാൻഡ് അല്ലാത്തൊന്നും വാങ്ങിക്കണം, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് JB റേസിംഗ്. നിങ്ങൾ വാങ്ങിച്ചു, അതിൽ നിങ്ങൾ കാര്യങ്ങൾ യൂട്ടിലിറ്റി എന്താണോ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് നടക്കും. റാംഗ്ലറും താർറോക്സും. എക്സാക്ട്ലി, സത്യം അതാണ്. അത് ഭയങ്കരമായിട്ട് അതെ അത് തന്നെ ആ സാധനമാണ്. അപ്പൊ എന്നാല് താറിന്റെ ആൾക്കാരും കൂടുതലാണ്, പിന്നെ ഇപ്പൊ റാംഗ്ലർ ആണെങ്കിൽ റാംഗ്ലറിന്റെ അങ്ങനെ വാങ്ങിക്കുള്ളൂ. ഇവിടെ ഇരുന്ന് പിന്നെ കുറച്ച് വണ്ടിയിൽ ഇരുന്നിട്ട് ഓക്കെ. അപ്പൊ നമ്മള് എത്തിയത് എവിടെ എത്തി? നമ്മള് ലെഗൻഡറി JB റേസിംഗ്. ലെഗൻഡറി. ഓക്കെ. അപ്പൊ 2 ബ്രാൻഡ്, അതായത് റാംഗ്ലറും താറോക്സും. അങ്ങനെ അത് രണ്ടും നമ്മൾ അത് എസ്റ്റാബ്ലിഷ് ആയി തുടങ്ങി, ആളുകൾ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഡീലേഴ്സിനെ പാൻ ഇന്ത്യ 2 ബ്രാൻഡിന് വെച്ച് ലെഗൻഡറി കസ്റ്റമേഴ്സ് ആക്ച്വലി വലിയ സ്റ്റോർ നമുക്ക് കുറച്ച് നമ്മുടെ മാനദണ്ഡങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്റ്റോറിന് ലെഗൻഡറി കസ്റ്റം കൊടുക്കാം. അല്ലാത്തത് നമ്മൾ JB റേസിംഗ് എല്ലാ റേഞ്ച് ബൈക്കിനുള്ളതും 2 ബ്രാൻഡും ഉണ്ടാക്കും. പക്ഷെ ഡിഫറെന്റ് ഡിസൈനും ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ അത് പാൻ ഇന്ത്യ. അപ്പൊ അത് നമുക്ക് റിക്വയർമെന്റ് ആക്കണമെങ്കിൽ നമ്മൾ സ്വന്തം ഫാക്ടറി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. നമ്മളങ്ങനെ മെറ്റൽ വേഴ്സ് എന്ന് പറയുന്ന നമ്മളൊരു ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് നല്ല ടൈമാണ്. നല്ല ടൈം എന്ന് പറഞ്ഞാൽ നമ്മളെ കൺട്രോളിലായി കംപ്ലീറ്റ് പ്രൊഡക്ഷന്. അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച്. ആദ്യത്തിൽ നിങ്ങൾ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ചെയ്തിരുന്നത് അത് നമ്മൾ കൺട്രോളിലല്ലാതെ സാഹചര്യം. ബിക്കോസ് അത് അവർ കോപ്പി ചെയ്യാൻ തുടങ്ങി. മനസ്സിലായി. നമ്മൾ ഐഡിയാസ് ഈസിലി മാർക്കറ്റിലേക്ക് എത്താൻ തുടങ്ങി. നമ്മൾ ഉണ്ടാക്കുന്നതിലും കൂടുതലും മറ്റുള്ള ബ്രാൻഡുകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അങ്ങനെ നമ്മളെ ഓൺ കൺട്രോളിലായ സമയത്ത് പിന്നെ നമ്മൾ പ്രോപ്പർ ഡീലർഷിപ്പ് നെറ്റ്വർക്ക് ഇന്ത്യയിൽ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത്. ഓക്കെ. ഓൺ ബ്രാൻഡ്സ് എല്ലാ ലുലു ആണെങ്കിലും ലുലുവിന്റെ ഓൺ ബ്രാൻഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ക്യാരിഫോർ ആണെങ്കിൽ നെക്സ്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഓൺ ബ്രാൻഡ്സ് ശരിക്കും ചെയ്യുമ്പോൾ നിങ്ങളെ പ്രോഫിറ്റബിലിറ്റി കൂടും. എങ്ങനെയാണ് അതിൻ്റെ? അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ 2 ബ്രാൻഡാണ് വാൻഡോസിന് നിലവിൽ നമ്മളായിട്ടുള്ളത്. ഇൻഹൗസ് ബ്രാൻഡ്സ് എന്ന് പറയുന്നത് 2 ഓട്ടോമോട്ടീവിലുള്ള ലീഡിങ് ആയിട്ടുള്ള ബ്രാൻഡാണ്. ഓഫ് കോഴ്സ് നമ്മൾ ആ ബ്രാൻഡും കൂടെ വാൻഡോസിന്റെ അണ്ടറിൽ വരുന്ന സമയത്ത് ഗ്രോസ് പ്രോഫിറ്റ് കൂടാനും വാല്യൂ കൂടാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇത് ഒട്ടുമിക്ക ബ്രാൻഡുകളും ചെയ്തു തുടങ്ങിയിട്ടുള്ള. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ലുലുവിൽ കയറി കഴിഞ്ഞാൽ ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒട്ടുമിക്ക പ്രോഡക്ട്സുകളും ലുലുവിന്റെ സ്വന്തം സാധനം എന്നുള്ളത് അത് വളരെ അനിവാര്യമാണ്. അങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാന്നുള്ളത്. കാരണം ആ പ്രൈസിന് എല്ലാ ടാർഗറ്റ് ഓഫ് ഓഡിയൻസിനെ നമുക്ക് നമ്മളെ കയ്യിൽ ഇരിക്കും എന്നുള്ളതാണ്. അതിന് ഞാൻ പറഞ്ഞല്ലോ ഒരു മിനിമൽ വേജസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്കുള്ളതാണ് JB റേസിംഗ്. അതല്ല അത്യാവശ്യം പൈസ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്കുള്ളതാണ് ലെഗൻഡറി കസ്റ്റം ബിൽഡ്. അപ്പൊ അത് അങ്ങനത്തെ ഒരു പറഞ്ഞ ഒരു ഗ്രോസിലേക്ക് നോക്കുന്ന സമയത്ത് ഇതൊക്കെ വാല്യൂ കൂട്ടാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബ്രാൻഡുകളാണ്. ഇപ്പൊ ഏകദേശം ബാൻഡിഡോസ് നമുക്ക് മനസ്സിലായി.
എന്താണ് ഈ ഇവന്റ്സ് ബിസിനസ്? നിങ്ങളിപ്പോ ഈ ഭയങ്കര, അതായത് പിന്നെ കേരളം മൊത്തം അറിഞ്ഞ റേസിംഗ് കൾച്ചർ ഇല്ലാത്ത, എനിക്കൊന്ന് തൃശ്ശൂരുണ്ട്, പക്ഷെ ഇപ്പൊ ഞാനൊക്കെ അങ്ങനെ റേസ് പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നെങ്കിലും ഇപ്പൊ നമ്മൾ പിന്നെ ജീവിതത്തിന്റെ പ്രാരാബ്ദം കാരണം റേസിംഗ് ഒക്കെ പരിപാടികളൊക്കെ നിർത്തി. പക്ഷെ നിങ്ങൾ ഭയങ്കര സംഭവമാക്കി സൽമാൻ ഖാനെ കോഴിക്കോട് കൊണ്ടുവന്ന്. ഇതൊക്കെ ഇങ്ങനെ പറയാമോ, ഇതൊക്കെ നടക്കുവോ? അപ്പൊ എന്തായിരുന്നു അതിന്റെ പിന്നിലൊരു സംഭവം? എങ്ങനെയാണ് അത് സംഭവിച്ചത്? റേസിംഗ് ഇവന്റ് സത്യത്തിൽ 2012 ഫസ്റ്റ് റേസ് ഓർഗനൈസ് ചെയ്യുന്നത് കോഴിക്കോട് ഇന്നത്തെ ട്രേഡ് സെന്ററിലെ സ്വപ്നനഗരി ഡേ റേസ് ആണ്. നമ്മൾ പല സ്ഥലത്ത് പോയി റേസ് ഓടിക്കെങ്കിലും എൻ്റെ ഒരു ആഗ്രഹം നാട്ടിൽ നല്ല റേസുകൾ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പാഷനാണ് സാധനം ചെയ്യാന്നുള്ളത്. അതാണ് ഇവിടം വരെ എത്തിച്ച് സത്യത്തിൽ 2012 നമ്മൾ തന്നെ മുളൊക്കെ മുറിച്ച് കയറൊക്കെ ഇട്ടിട്ടാണ് റേസ് ട്രാക്ക് കോഴിക്കോട് സ്വപ്നഗിരിയിലൊക്കെ അന്ന് ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. പോലീസ് പെർമിഷൻ അന്ന് കിട്ടി. അന്ന് പോലീസിനോട് സ്പർജൻ കുമാർ എന്ന് പറയുന്ന കമ്മീഷണറായിരുന്നു. അവരോട് പോയിട്ട് പറഞ്ഞു റേസ് നടത്തണം, ഞാൻ റേസുകൾ പല സ്ഥലത്തും പോയി അടിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ നാട്ടിൽ എനിക്ക് ഒന്ന് ജനങ്ങളെ കാണിക്കുന്നത് എന്താണ് ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴും തൃശ്ശൂരൊക്കെ പോയിട്ട് ഓടിക്കണം. കറക്റ്റ്. അപ്പോൾ ആൾ പെർമിഷൻ തരില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എന്തുകൊണ്ട് തരില്ല, കുറച്ച് ഇമോഷണലി ഒന്ന് സംസാരിച്ചു, കാരണം അത് ഉള്ളൊന്നും സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പത്രത്തിൽ വന്നിട്ടുള്ള എൻ്റെ കുറേ കട്ടിങ്സുകളെല്ലാം ഞാൻ ഒക്കെ ഫയൽ ചെയ്ത് വെച്ചാൽ സാർ ഇതൊക്കെ നമ്മൾ അച്ചീവ്മെൻറ്റ്സുകളാണ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ജനങ്ങൾ നമ്മളെ പാരൻസും കുടുംബക്കാരൊക്കെ ഒന്ന് കാണണ്ടേ, ഇതിനുള്ളൊരു വേദിയല്ല ചോദിക്കുന്നത്. ഇത് പറഞ്ഞ സമയത്ത് ഇതിൽ സ്പാർക്കായി. ആള് കുറച്ച് സീരിയസ് ആയി. ഫേസ്ബുക്ക് എടുത്ത് വേഗം നമ്മളെ ജേണിയൊക്കെ കാണിച്ചു കൊടുത്തത് പെർമിഷൻ കിട്ടി. 2012 ഫസ്റ്റ് റേസ് കോഴിക്കോട് നടത്തി. 2013 രണ്ടാമത്തെ റേസ് നടത്തി. അത് കഴിഞ്ഞ് 2014 ബാൻഡഡോസ് തൃശ്ശൂർ തുടങ്ങി. പിന്നെ അതിൻ്റെ തിരക്കായി അന്ന് നടത്താൻ പറ്റിയില്ല ആ വർഷം. 2015 കോഴിക്കോട് തന്നെ നൈറ്റ് റേസ് ഇവന്റ് കിണാശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഒരുമ കിണാശ്ശേരി എന്ന് പറഞ്ഞ അടുത്തൊരു സംഘടന ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, അവരായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഫുട്ബോളിൽ അവിടെ ഒരു മാസത്തെ ഫുട്ബോളൊക്കെ നടക്കില്ല നൈറ്റ്. അപ്പോൾ ഒരു ഫുട്ബോളിൻ്റെ ഫൈനൽ കഴിഞ്ഞിട്ട് ഒരാഴ്ച നെക്സ്റ്റ് വീക്ക് നമ്മൾ റേസ് വെച്ച് ആ സെയിം ഗ്രൗണ്ടിൽ തന്നെ ട്രാക്ക് സെറ്റ് ചെയ്തു. അപ്പോൾ ഗാലറി അവിടെ കിട്ടല്ലോ നമുക്ക്. കറക്റ്റ്. അത് ഗ്രാൻഡ് സക്സസ് ആയി. കേരളത്തിൽ അന്ന് ആദ്യമായിട്ടാണ് നൈറ്റ് റേസ് ഇവന്റ് നടക്കുന്നത്. ഹ്യൂജ് തിരക്കായി, ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഞാൻ പല കൺട്രിയിൽ പോണ സമയത്ത് ഫ്രീ സ്റ്റൈൽ FMX ഷോ, ഇപ്പൊ ഈ റേസിൽ സെബാസ്റ്റ്യൻ തകർത്ത അടിയിലുള്ള സാധനം. സെബാസ്റ്റ്യൻസ് ആരമായിരുന്നു ഗാലറിയിൽ. എന്നാലും ഞാൻ കുറെ കഴിഞ്ഞിട്ടാട്ടോ ഉള്ളിൽ കയറിയത്. പഠിച്ചോനെ പ്രശ്നമല്ല, ഒന്നുമില്ല, ഒരു റേസിംഗ് ഇവന്റ് ഇവിടെ കൊണ്ടുവരണല്ലോ, അതും ആദ്യമായിട്ട്, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. പക്ഷെ എനിക്ക് കയറാൻ പറ്റട്ടോ, 1 മണിക്കൂർ ശേഷം കയറി. സോ മച്ച്. അഫ്താബിനെ വിളിച്ച്, അഫ്താബ് എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല, എന്താ ഞാൻ കാട്ടുകാരന്. ഫാമിലി മെമ്പേഴ്സും പിന്നെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പലരും കയറാതായി പോയി. കൺട്രോളിലേക്ക് പോയി. വെരി ഓർഗനൈസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്ന പണി തന്നെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ചെയ്തോളം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ട്രസ്റ്റിലാണ് ആ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളത് ചെയ്തോ. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ. വി ഹാവ് വെരി ഗുഡ് ഇൻ ഓർഗനൈസിങ് റേസ്. ആ റേസ് ഓർഗനൈസിങ്ങിൻ്റെ ഉള്ളിൽ ടൈം ലൈൻ വെച്ചിട്ടാണ് പോകുന്നത്. മിനിറ്റ് ടു മിനിറ്റ് ബാക്ക് ടു ബാക്ക് ഇവൻറ്റ്സ് ആണ് ഇങ്ങനെ നടക്കുന്നത്. റേസിൻ്റെ ഫസ്റ്റ് മോട്ടോ കഴിഞ്ഞ് സെക്കൻഡ് മോട്ടോ ഫ്രീ സ്റ്റൈൽ, അത് കഴിഞ്ഞിട്ട് ഇന്നാളെ എൻട്രി, ഇത് അടുത്ത റേസ്, ഇതാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ പുറത്ത് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരുന്ന ആളുകൾ മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ അത് അറിയുന്നുണ്ട്, പക്ഷെ അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള 30,000 ആളുകൾ അവരെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകുന്ന സാഹചര്യത്തിൽ അത്രയും പാക്ഡ് ആണ്. ഇവിടെ 8:45 റേസ് തീരണം, സൽമാൻ ഖാൻ വന്നിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കണം, 9:15 ആകുമ്പോഴേക്ക് സൽമാൻ ഖാൻ ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ട് പോകണം എന്ന് ഉണ്ട്. കാരണം ആളെ ഫ്ലൈറ്റ് ഉണ്ട്, ആൾക്ക് എത്തേണ്ട സാഹചര്യം. അപ്പോൾ ഇതൊക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള പ്ലാനിങ്ങിലാണുള്ളത്. ഇതിന്റെ ഇടയിൽ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ ഗേറ്റിന്റെ അവിടെയൊക്കെ വന്ന ഉള്ളിലെ പരിപാടി ഫുൾ കൊളാവും. അത് കൊളായിട്ടുണ്ടെങ്കിൽ പിന്നെ റേസിങ് ഇല്ല. പിന്നെ കേരളത്തിൽ റേസ് ഇല്ല. ഇനി ആളുകൾ ടിക്കറ്റ് എടുത്ത ആൾക്കാരെ നമ്മൾ അകത്തേക്ക് കയറ്റിയിട്ട് കൊണ്ടുവരാണെങ്കിൽ കൂടെ ഇനി ഉള്ളിൽ അപകടം ഉണ്ടാവുള്ളൂ. നാളെ മെസ്സി വന്ന പോലത്തെ ഒരു പരിപാടി അല്ലെങ്കിൽ മറ്റ് അപകടങ്ങളൊക്കെ നമ്മൾ കൊൽക്കത്തയിലൊക്കെ കണ്ട പോലത്തെ ഒരു സീനിലേക്ക് വരികയാണെങ്കിൽ
ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ ഹാർഡ് വർക്കാണ്, 19 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുണ്ട്, ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത്, ഇതൊക്കെ ഒരു ഓവർ നൈറ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ഡിസിഷൻ പവറിൽ ഈ സാധനം പൊട്ടിപ്പോവും, അപകടങ്ങളുണ്ടായി. ഇപ്പം ഇന്ന് അവിടെ ടിക്കറ്റിന് ലൈൻ നിന്നിട്ട് കിട്ടാത്ത ആളുകൾക്ക് സത്യത്തിൽ വിഷമമുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, ആ ആളുകൾ അകത്തേക്ക് കയറിയിട്ട് അവർക്ക് തിക്കിലും തിരക്കിലും ഒരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഇവരെ കുടുംബക്കാരെന്താ പറയുക, ബൈക്ക് റേസിന് വേണ്ടി വന്ന ആ കുട്ടീൻ്റെ മരണം സംഭവിച്ചു, ഹോസ്പിറ്റലൈസ്ഡ് ഇത്ര ആൾക്കാരായി എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്ര വേദന എന്താ ഉള്ളത്. ഇപ്പോൾ ഒരു വിഷം. പിന്നെ ഇങ്ങനത്തെ റേസിംഗ് ഇവന്റ് കേരളത്തിൽ ഇനി ജീവിതത്തിലുണ്ടോ? ഇല്ല. അതൊക്കെ വെച്ച് ടാലി ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഉണ്ടാക്കിയ ആളുകൾക്ക് എന്നുണ്ടെങ്കിലും ഓൺ ദ അതർ സൈഡ് ഒരു അപകടമില്ലാത്ത, റേസിൽ പോലും അപകടമില്ല, ഒരു അപകടമില്ലാത്ത, ഒരു ഇഞ്ചുറി ഇല്ലാത്ത, ഒരു അടിപിടി ഇല്ലാത്ത ഒരു റേസായിട്ട് സത്യത്തിൽ നമ്മൾ കോഴിക്കോട് റേസ് മാറി എന്നുള്ളത് അത്ഭുതത്തോടെ ഈ ലോകം മൊത്തം നോക്കി കാണുന്നു. ഇത്രയും ക്രൗഡിനെ മാനേജ് ചെയ്ത്, കാരണം ഉള്ളിൽ വന്ന ഒരാൾക്ക് ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ദേഹാസ്വസ്ഥതയില്ല, ഒന്നും സംഭവിച്ചില്ല. അതൊക്കെ ഒരു ദൈവാനുഗ്രഹമായിട്ട് കാണാം. പുറത്തിങ്ങനെ വിഷമമുണ്ടായി, അവർക്ക് അടുത്ത വർഷം പ്രയോറിറ്റി കൊടുത്തിട്ട് എങ്ങനെയാണോ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, അവർക്കൊക്കെ റീഫണ്ട് എല്ലാം കൊടുത്തിട്ട് വെരി ഹാപ്പി. അത് നമ്മൾ ചെയ്ത സാധനത്തിൽ സിൻസിയർ ആയതുകൊണ്ടാണ് ഇത് ബാക്ക് ഫയർ ചെയ്ത് വരാതിരുന്നത്. ഞാൻ വിചാരിച്ചത് നെഗറ്റീവ് കുറെ ഉണ്ടെന്ന്, പക്ഷെ ഞാൻ ആ പുറത്തുണ്ടായിരുന്നു 1 മണിക്കൂർ. അപ്പൊ ആൾക്കാർ വളരെ സംയമനത്തോടു കൂടിയാണ് സമീപിച്ചത്. അല്ലാണ്ട് അടിപിടി ഒന്നുമില്ല. പണ്ട് എനിക്ക് അപ്സര തിയേറ്ററിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കും, അതായത് ഒരു ഒരൊറ്റ ഡോറല്ലേ, അതിന്റെ ഉള്ളിലൂടെ കേറി പറ്റണം, അതേപോലെ ആൾക്കാർ നിൽക്കുകയാണ്. പക്ഷെ എന്നാലും അവിടെ ഇത് അടിപിടി ഉണ്ടാക്കിയ ഗേറ്റ് പൊളിക്കാൻ വലിയ പാടും, ആൾക്കാർക്ക് പൊളിച്ചുള്ളിൽ കയറും. പക്ഷെ അത് വളരെ നീറ്റായിട്ട്, ഓഡിയൻസ് വളരെ അടിപൊളിയായിരുന്നു. അവർക്ക് അറിയാം ഇത് ആദ്യമായിട്ടാണ്. ഇപ്പൊ ഞാനൊക്കെ ക്ഷമിച്ചവരയിൽ വെട്ടാ കേറാൻ പറ്റുന്നിട്ട് ഞാൻ പുറത്തൊക്കെ പോയി ഒരു ചായ ഒക്കെ കുടിച്ച് തിരിച്ചെന്നപ്പോണ്ട് ഒരു ഗേറ്റ് തുറന്ന് ഓടിക്കറി. അത് ഭയങ്കര ഒരു ഭാഗ്യത്തിൽ നിങ്ങൾ കൺസിഡർ. ബിക്കോസ് അങ്ങനെ ഞാൻ ഇതിലേക്ക് എത്താനുള്ള കാരണം 2015 റേസ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു ഡ്രീം, അപ്പോൾ ആ ഡ്രീം തന്നെയാണ് ശരിക്കും എന്നെ ഇവിടെ എത്തിച്ചുള്ളത്. അതായത് ഇനി റേസ് നടത്തുന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ടു ബ്രിങ് FMX ഷോ. അങ്ങനെ FMX ഈ ഫ്രീ സ്റ്റൈൽ ഷോയും കൂടെ കൊണ്ടുവരണം, അതിന്റെ റേസിന്റെ കൂട്ടത്തിൽ കൂടെ. അതൊരു ആഡ് ഓൺ ആണല്ലോ, അത് കോമ്പറ്റീഷൻ ഒന്നുമല്ല. അത് തന്നെ. പക്ഷെ അതിന് പൈസ ഒരുപാട് വേണം. അപ്പൊ പൈസ ഉണ്ടാവുമ്പോ ചെയ്താൽ മതി, അല്ലെങ്കിൽ നീ റേസ് വേണ്ട, റേസ് കുറെ ചെയ്തില്ല എന്നുള്ള അവസ്ഥയിലെത്തി. അങ്ങനെ ആ റേസ് ഞാൻ അങ്ങനെ ചെയ്യാൻ അതിന് നല്ലൊരു പൈസ വേണം. പൈസ നമുക്ക് നമ്മളെ കേരളത്തിൽ സ്പോൺസേഴ്സിലൊന്നും കിട്ടിയിട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇതൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ്, നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ. അപ്പം ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ 3 വർഷത്തെ കുറി KSF കുറി ചേർന്ന് സത്യത്തിൽ ജീവിതത്തിൽ ഫസ്റ്റ് വലിയൊരു സമ്പാദ്യം ഉണ്ടാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന റേസിലാണ്. ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്ന ഭ്രാന്ത്. അത് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇൻഡിവിജ്വൽ ബിസിനസ് ഒന്നും എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഓൾറെഡി നമ്മൾ ഉറപ്പിച്ചു. ബിസിനസിന്റെ റൂട്ടിൽ പോകണം. മിസ്റ്റേക്ക് എവിടെ തെറ്റ് നമ്മളില്ല. നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലി ഓരോരുത്തർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊരു പൈസ നമ്മൾ കരുതാം. ആ പൈസയിൽ നമുക്ക് റേസോ ഓടിക്കേ എന്താ വേണ്ടത് ചെയ്യാം, രണ്ടായിട്ട്. അങ്ങനെ നമ്മൾ ഓരോ ബിസിനസ്സിന് തരൂല പാർട്ട്നേഴ്സും കുറി ചേർന്ന് എല്ലാവരും കുറിൻ്റെ പൈസ ആക്കി. 2020 പൈസ നമ്മൾ കുറി എല്ലാവരും ആയപ്പോൾ 2020 തൃശ്ശൂർ നമ്മൾ 5 വർഷത്തിന് ശേഷം 2015 റേസ് കഴിഞ്ഞിട്ട് പിന്നെ എത്രയോ പേര് റേസിന് നടത്താൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്തില്ല. ഇങ്ങനെ ഒരു പ്ലാനിലാണെങ്കിൽ ചെയ്യും, അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞ് 2020 15,000 ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു സ്റ്റേഡിയം നമ്മൾ ഉണ്ടാക്കി, ഗാലറി ചെയ്ത് ട്രാക്ക് നമ്മൾ ഉണ്ടാക്കി. FMX റൈഡേഴ്സിനെ നമ്മൾ ഡയറക്റ്റ് ഒരു ഏജൻസിക്ക് കൊടുത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് അവരെ കണക്ട് ചെയ്തിട്ട് സെബാസ്റ്റ്യന് തോമസിന് 2020 അവർ വന്ന് തൃശ്ശൂർ എന്ന് പറയുന്ന നഗരം കൊണ്ട് അവർ ഇപ്പൊ കോഴിക്കോടുകാർക്ക് സെബാസ്റ്റ്യനോടുള്ള ഇഷ്ടം എന്താണ്, അല്ലെങ്കിൽ അയാൾ എത്രമാത്രം ഷോ ഉണ്ട്, ഈ സാധനം എനിക്ക് 2020 സെബാസ്റ്റ്യൻ തന്നതാണ്. എൻ്റെ ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ് അന്ന് അവിടെ ഉണ്ടായത്. സെബാസ്റ്റ്യൻ കൂടെ പെർഫോം ചെയ്തിട്ട് അന്ന് റേസിന് വന്ന ആളുകൾ മൊത്തം സെബാസ്റ്റ്യൻ കയ്യിലെടുത്തു. അന്ന് റേസ് ആദ്യമായിട്ടാണ് FMX ഷോ കേരളക്കാർ കാണുന്നത്. സക്സസ്ഫുൾ ഇവന്റ്. എന്നാൽ കയ്യിൽ നമ്മൾ പൈസ ഇടണമായിരുന്നു. ടിക്കറ്റ്സ് ടിക്കറ്റ് സോൾഡ് ഔട്ട്. പക്ഷേ ടിക്കറ്റ് സോൾഡ് ഔട്ട് കൊണ്ട് മാത്രം സക്സസ്ഫുൾ ആവില്ല. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടില്ല. ഓൾറെഡി കയ്യിൽ ചിലവാക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഇതൊക്കെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ 2020 സക്സസ്ഫുൾ ഇവൻ്റായി. അത് കഴിഞ്ഞിട്ട് 2021
ഒന്നില് വീണ്ടും ഒരു അത് പ്രോഫിറ്റബിൾ ആയി മാറിയിരുന്നു. അല്ല പ്രോഫിറ്റബിളേ അല്ല, അത് കയ്യിന് പോയി. കയ്യിന്നും പൈസ ആണ് റേസിന് മെയിൻ. ഇപ്പോഴും ഇത് പ്രോഫിറ്റബിൾ എന്നല്ല ഞാൻ പറയാം. ഇതിനൊരു 5 year പ്ലാനിൽ ഇപ്പൊ ഇനി പ്രോഫിറ്റിലേക്ക് വരാം. ഇപ്പൊ ഇത് എന്തുകൊണ്ട് ബാൻഡോസിനോ മുർഷിദ് ബാൻഡോസിനോ ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുർഷിദ് ബാൻഡോസും ബാൻഡോസും ഒക്കെ ഉണ്ടായത് ഈ ഒരു സ്പോട്ടിൽ നിന്നാണ്. ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഉണ്ടായതിന്റെ ഒരു എന്തെങ്കിലും ഒന്ന് ഈ സ്പോട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടേ. അതിനും പൈസ എടുത്തിട്ട് വീടുണ്ടാക്കി കാർ വാങ്ങി അല്ലെങ്കിൽ ഇപ്പുറത്തെ ഒരു സാമ്രാജ്യം പണിയുന്നതിനോടൊപ്പം തന്നെ അങ്ങനെ ഈ സ്പോർട്ടിന് വേണ്ടിയിട്ടൊരു കോൺട്രിബ്യൂഷൻ വളരെ നിർബന്ധം. ഇതാരും നമ്മളല്ലാതെ ചെയ്യാനില്ല എന്നുള്ള വ്യക്തമായിരുന്നു. ബിക്കോസ് എന്താ പറയുക, മറ്റുള്ള ആളുകളൊക്കെ ഈ സ്പോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു താരതമ്യേന ഒരു സമയം കഴിയുമ്പോൾ ബിസിനസ് പല രൂപത്തിലുള്ള മറ്റു ബിസിനസ്സും അല്ലെങ്കിൽ അവരുടെ ജേണി ഡിഫറെൻ്റ് ആയതുകൊണ്ട് അവർക്ക് ഈ സ്പോർട്ടിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഇപ്പോൾ ആകെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്പോർട്ട് ഉള്ളത് കൊണ്ടും ഈ ബിസിനസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിൽ നിൽക്കാൻ പറ്റുന്നത്. ഇത് കണ്ടിട്ട് വേറെ ആർക്കും വന്നിട്ട് പെട്ടെന്ന് ചെയ്യാനും പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ ഭയങ്കര എൻട്രി ബാരിയർ ഉണ്ട്, ഇത് കുറെ പൈസ ഇട്ട് വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് അല്ല. ഇതിന്റെ ഉള്ളിൽ നിന്ന് അടിത്തട്ടുന്ന് തുടങ്ങണം. അത് നമ്മളുണ്ട്. അപ്പോൾ നമ്മൾ തന്നെയാണ് ഈ സാധനങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയണ, അന്ന് 2012 റേസും ഇപ്പോഴത്തെ റേസും തമ്മിൽ നമ്മളെങ്ങനെ ഗ്രോ ചെയ്തോ അതേപോലെ റേസിനും ഗ്രോ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. റേസ് നമ്മൾ അന്ന് മുള കുത്തിയിട്ട് ഇപ്പോൾ കയറ് വലിച്ചു കെട്ടിയിട്ടുള്ള, നമ്മൾ ഇന്നിപ്പോൾ DNA എന്ന് പറയുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് ഇവന്റ് മാനേജ്മെന്റ് ആണ് റേസിന്റെ ഉള്ളിലെ കംപ്ലീറ്റ് സിസ്റ്റം മാനേജ് ചെയ്തിട്ടുള്ളത്. ബ്രോഡ്കാസ്റ്റിങ്ങിന് പോയി, അതായത് അന്ന് ക്യാമറ ഒക്കെ നമ്മൾ മൊബൈലിലും തപ്പി തടങ്ങി ചെയ്തിരുന്ന പരിപാടികളൊക്കെ ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഒരു ഇന്റർനാഷണൽ സാധനം എന്ന് പറയുന്നതിൻ്റെ ഫീല് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളും ഈ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ ഗ്രോ ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഇവന്റ് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 2020 ഷോ അന്ന് സക്സസ്ഫുൾ ആയി. 2021 അത് വീണ്ടും നമ്മൾ തൃശ്ശൂർ കോർപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു, അതും സക്സസ്ഫുൾ ആയി. അത് കഴിഞ്ഞതിന് ശേഷം 2024 കൊച്ചിയിൽ ഗ്രാൻഡ് ആയിട്ടുള്ളൊരു MRF ഇന്റർനാഷണൽ സൂപ്പർ ക്രോസ് അവര്. അപ്പോൾ എല്ലാവരും അപ്പോഴത്തേക്ക് കേരളേൻ്റെ പൊട്ടൻഷ്യൽ ഇന്ത്യ മാർക്കറ്റ് മൊത്തം നോക്കി മനസ്സിലായി. മോട്ടോർ സ്പോർട്സിന് കേരള ഈസ് ആക്ച്വലി ഗിവിങ് 100% സ്പെക്ടാക്കിൾ അവിടെ ഫുള്ളാണ്. സ്പെക്ടാക്കിൾ എന്ന് പറഞ്ഞാൽ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ റേസ് കഴിഞ്ഞിട്ടേ പോകും. അവർ ദേ ആർ ഇൻ ടു റേസിങ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം ഓരോരുത്തർ റേസിൻ്റെ ആ ഫീൽ. അത് കേരളത്തിൽ ഉണ്ട് ഓൾറെഡി, പുറത്തൊക്കെ എല്ലാവരും സംസാരിക്കുന്ന. അത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. അപ്പോൾ ബിഗ് ബ്രാൻഡ്സ് ഒക്കെ കേരളയിലേക്ക് കൊണ്ടുവരണം റേസ് കേരളത്തിലേക്ക്. അപ്പോൾ നമ്മൾ ഓൾറെഡി അസോസിയേറ്റ് ചെയ്യാം, നമ്മൾ തെളിയിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ 2-3 റേസുകളിൽ. അപ്പോൾ ആളുകളൊക്കെ അപ്പോൾ MRF പോലത്തെ ബ്രാൻഡ് ഫൈനൽ കേരളയിൽ നടത്തുന്നുണ്ട്. നമ്മൾ ഏറ്റെടുത്ത് ബാൻഡോസ് അസോസിയേറ്റ് ചെയ്ത് ഗ്രാൻഡ് പരിപാടി. ഗാലറി ഫുള്ളായി. പുറത്ത് ഇത്ര തന്നെ 14 ആൾ വെയിറ്റ് ചെയ്യാണ് കയറാൻ വേണ്ടിയിട്ട്. അതിൽ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞ് കേരളക്കാർ ചില്ലറക്കാരല്ല. ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോക്കില്ല. അത് ഗംഭീരായി. അപ്പൊ നമ്മളിത് അടുത്ത് ഈ സാധനം വന്നു. അതെങ്ങനെയായിരുന്നു നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തോ? അല്ലല്ല, നമ്മൾ കഴിഞ്ഞ MRF കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളെടുത്ത് അപ്രോച്ച് ചെയ്ത് തുടങ്ങി. പക്ഷെ നമ്മളെ ചലഞ്ച് എന്ന് പറയുന്നത് സ്റ്റേഡിയത്തിൽ വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് ചലഞ്ചാണ്. കാരണം കേരള എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഫുട്ബോൾ ഇട്ടുള്ള ഒരു പരിപാടിയല്ല നമുക്ക്. സെൻസിറ്റീവ് ആണ്. എന്താ പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പ്രശ്നം സംഭവിച്ച ബിസിനസ്സിനെ വരെ ബാധിക്കും. പക്ഷേ എന്തായാലും അതിൻ്റെ അറ്റം പിടിച്ചു നോക്കാന്നുള്ളൊരു അവസ്ഥയിലെത്തി. ഞാൻ കഴിഞ്ഞ മാർച്ചിൽ ഏകദേശം വർക്ക് സ്റ്റാർട്ട് ചെയ്താണ്. പല ഡോക്യുമെന്റേഷനുകളായിട്ട് മുട്ടാത്ത വാതിലുകളില്ല. അങ്ങനെ ഞാൻ കാണുന്നുണ്ട് പല മീറ്റിങ്ങുകൾ പരിവാറിൽ നടത്തുന്നത് കാണുന്നുണ്ട്. അന്ന് ഇവരെ കണ്ടു, നാളെ ഇവരെ കണ്ടു. ഇത് ചില്ലറ പരിപാടിയല്ല. അങ്ങനെ 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 മാസങ്ങളോളം നമ്മളെ പേഷ്യൻസിനൊക്കെ ടെസ്റ്റ് ചെയ്യണത്. ചില സാഹചര്യത്തിലൊക്കെ ഡൗൺ ആയി പോകാൻ ഒരു സ്ഥാനത്തിൽ എത്തി നിൽക്കുകയാണ്. പക്ഷെ അവിടുന്ന് ഒരു നോ അല്ലെങ്കിൽ ഒരു വൃത്തിയട്ട പെരുമാറ്റവും വെയ്സും ഒരിക്കലും നടക്കാൻ പോലും അങ്ങനെ പല സാധനങ്ങൾ ഈ ജേർണിയിൽ കിട്ടും. അതിങ്ങനെ താങ്ങി അത് സോർട്ട് ചെയ്ത് നമ്മൾ ഈ റേസിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അത്യത്തിൽ ഇതൊക്കെ നടത്താൻ പറ്റും. കാരണം എന്താണെന്നറിയോ, റേസിൽ വീഴ്ചകളുണ്ട്, ഓബ്സ്റ്റിക്കിളുകൾ പല പല, ഒന്നും ഈസി ആയിട്ട് ഒരു ഫിനിഷിംഗ് ലൈനിൽ എത്താൻ പോകണില്ല. അതിന്റെ ഇടയിൽ കൂടെ വന്നിരുന്നവർ തട്ടിച്ചിടാനുള്ള സാധ്യത, മേലിൽ കൂടി കയറി പോകാനുള്ള സാധ്യത. ഇതൊന്നും പറഞ്ഞിട്ട് റേസിൽ കാര്യമില്ല. ഇതൊക്കെ എടുത്തിട്ട് ആ ഫിനിഷിംഗ് ലൈനിൽ എത്തുന്നവനാണ് ഇതിന്റെ വിന്നർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാമ്പ്യൻ എന്ന് പറയുന്നത്. ഇതന്നെയാണ് ഈ റേസ് നടത്താൻ കൊടുക്കേണ്ട എഫേർട്ട്. ഇതിലൊക്കെ വീഴ്ചകളും അതിന്റെ ഇടയിൽ ചവിട്ടിയിടലും സാധനങ്ങളും പ്രഷറുകളും നടക്കായ്മൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ പേഷ്യൻസ് കാണിച്ച് നമ്മൾ ഓരോ റിലേഷൻ ഉപയോഗിച്ച്
നമ്മൾ ആ സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇന്ത്യൻ റേസിംഗ് ഹിസ്റ്ററി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ല ബേസിക്കലി അതിൻ്റെ അകത്ത് വേറെ സംഭവം കൂടി ഇല്ല. എന്താ പറയുക, ഞാൻ ആലോചിച്ച് യു ആർ ആക്ച്വലി ടെല്ലിങ് പീപ്പിൾ കേരള ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് നേച്ചർ. നമുക്ക് ഇതൊക്കെ പറ്റും. ടൂറിസം എത്ര വരുമെന്ന് വിചാരിച്ചാൽ ടൂറിസ്റ്റുകൾ എത്ര വരും ശരിക്കും ഈ റേസിൽ. ഇപ്പോൾ ഈ റേസിൽ എത്ര അതർ സ്റ്റേറ്റ് ആൾക്കാർ കേരളത്തിൽ ഈ കോഴിക്കോട് വന്നതെന്നറിയോ? കോഴിക്കോട് ഒരൊറ്റ റൂം ഉണ്ടായില്ല. അവരറിഞ്ഞ് പിന്നെ പുറത്ത് സംസാരം ഉണ്ടായിരുന്നു, ദേ ഗോട്ട് എവ്രി മലയാളി സീൻ ആൻഡ് വി ആർ നോട്ട് ഏബിൾ കയറാൻ പറ്റാത്തവരെ. അപ്പൊ അത് ഞാൻ കേൾക്കുന്നുണ്ട് പുറത്തിന്, ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട്, പൂനെന്ന് വന്നവരുണ്ട്, അങ്ങനെയുണ്ട് പല ആൾക്കാരുണ്ട്. അതൊക്കെ വിഷമമുണ്ട്. പക്ഷെ ഒരു വിചാരിക്കുന്ന എന്താ പറയുക, അത് ഫുള്ള് മലയാളികൾ കയറി ഇറങ്ങി എന്നെല്ലാണ്. പക്ഷെ അതല്ല ശരിക്കില്ല അവസ്ഥ. പിന്നെ നിങ്ങൾ മാർച്ച് തൊട്ടിട്ട് ഇതാ ഡിസംബർ വരെ അത് മെനക്കെട്ട് എത്തിച്ചാണ്. പിന്നെ അതിൽ ചെറിയ ഒരു 0.1% പോലെ ഉള്ളിൽ കയറാൻ പറ്റാത്ത ആ ഒരു ഇതില്ലേ, അത് ചിന്തിക്കേണ്ട ആവശ്യമല്ല. കാലിയായി പോയി. അത് അവർക്ക് എത്ര മീറ്റിങ്ങുകള്, ഇഷ്ടംപോലെ ആളുകള്. പക്ഷെ ഞാൻ പറയുന്ന കേരളം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുക. കേരള പീപ്പിൾ ആർ വെരി ഡിഫറെൻ്റ് നൗ. അതോറിറ്റീസ് ആർ നമ്മൾ പ്രോപ്പർ ഒരു വിഷനും ഒരു അപ്രോച്ചും ഉണ്ടെങ്കിൽ ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ പറയുന്നത്. ഈ റേസിംഗ് എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് ഒന്നും അറിയാത്ത അതോറിറ്റീസിൻ്റെ അടുത്താണ് നമ്മളിത് പോയി അവതരിപ്പിക്കുന്നത്. കറക്റ്റ്. പക്ഷെ നമ്മളെ പ്രോപ്പറായിട്ടുള്ള എങ്ങോട്ടാണ് നമ്മളെ യാത്ര എന്നുള്ളതിൻ്റെ വ്യക്തമായ ബോധം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ മേക്ക് എവറിത്തിങ് പോസിബിൾ. ഫ്രം ഡോക്യുമെൻറ്റേഷൻ, ഈ സാധനത്തിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഓവർനൈറ്റിൽ ചെയ്യാൻ പറ്റിയ പണിയല്ല. ഇതിൻ്റെ there are lot of documentation behind this. ഇതിന് നമുക്ക് ഫെഡറേഷൻ ഓഫ് മോട്ടോർ സ്പോർട്സ് ക്ലബ്സ് ഇന്ത്യൻ്റെ അടുത്തു നിന്നുള്ള അഫിലിയേഷൻ വേണം, അവരുടെ അടുത്തു നിന്നുള്ള അപ്രൂവൽ വേണം, ആ ഡേറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്യണം. പിന്നെ ഈ റൈഡേഴ്സിനെ കംപ്ലീറ്റ് ഈ ഡേറ്റിലേക്ക് എത്തിക്കണം. അവർക്കൊക്കെ വിസ പ്രോസസ്സുകൾ, ഇതൊക്കെ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് വരല്ല. ഒരു റൈഡേഴ്സും വിസിറ്റിംഗ് വിസ എടുത്തിട്ട് വരല്ല, എല്ലാം ജോബ് വിസ ആണ്. സ്പോർട്സിന്റെ ജോബ് വിസയിലാണ്. അല്ലാതെ അവർ വന്നിട്ട് ഇവിടെ വന്ന് റേസ് ഓടിച്ച് പോയിട്ട് നാളെ എൻ്റെ പേരിൽ കേസാവും. കാരണം അവർക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ പാടില്ല. അവർ വന്നാൽ ഇഫ് ദേ കമ്മിങ് ആസ് എ ടൂറിസ്റ്റ് ദേ ഷുഡ് ബി ടൂറിസ്റ്റ്. അല്ലാതെ ഓരോ ഇവിടെ വന്നിട്ട് അതിൻ്റെ ഇടയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ എൻ്റെ പേരിൽ അത് കേസ് വരും. സോ എവറിത്തിങ് വാട്ട് യു ഹാവ് സീൻ ഹിയർ, എന്തെല്ലാം കണ്ടോ, ദാറ്റ് ഇസ് ഓൾ ഇല്ലീഗലി ഫുള്ളി ഡോക്യുമെന്റഡ്. അതിലൊന്നുപോലും ലീഗൽ അല്ലാത്ത, അല്ലെങ്കിൽ ലീഗൽ അല്ലാത്ത, നമ്മൾ നിയമങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ടോ തെറ്റിച്ചിട്ടോ ചെയ്തിട്ടില്ല. ഫ്രം പിൻ ടു പിന്ന്, ടോപ്പ് ടു ബോട്ടം, ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇതിലും വലിയ സാധനം പുൾ ഔട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു വീഴ്ച പറ്റിയാൽ പോലും അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് തീർത്താൻ നമ്മൾ തയ്യാറാണ്. അവിടെ വീഴ്ച പറ്റിയ എന്താന്നുള്ളത് നമുക്കറിയാം. ആളുകൾ വന്നിട്ടുണ്ട്, അവർ റീഫണ്ടുകളൊക്കെ കൊടുത്ത്. റീഫണ്ടിലുള്ള പ്രശ്നം എന്ന് പറയുന്നതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറയാം. ബുക്ക് മൈ ഷോ പീപ്പിൾ സൈഡ് നിങ്ങൾ ഇപ്പോൾ റീഫണ്ട് കൊടുക്കുകയാണെങ്കിൽ പകുതിയോളം ആൾക്കാർ സ്കാൻ ചെയ്യാന്നാണ് കയറിയിട്ടുള്ളത്. ഇവരത് മിസ്യൂസ് ചെയ്യുന്നു. അപ്പോഴും നമ്മളെടുത്ത ഡിസിഷൻ എന്താണെന്ന് അറിയോ, മിസ്യൂസ് ചെയ്തോട്ടെ, പകുതി പൈസ പോകുന്നല്ലേ ഉള്ളൂ, എത്ര ലക്ഷം പോണം പോട്ടെ. ഇവിടെ ഉണ്ടാക്കിയ റെപ്യൂട്ടേഷൻ ഉണ്ട്. ഇവിടെ കഴിഞ്ഞ 10 വർഷം അത് ഇനി വരില്ല. അത് കഴിഞ്ഞ 10 വർഷം 15 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രീനെ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ എന്നല്ലെങ്കിൽ ഗ്ലോബൽ കേരള കാലിക്കറ്റ് സംസാര വിഷയമായിട്ട് നിൽക്കുന്ന സമയത്ത് അതിലേക്ക് എത്ര എഫേർട്ട് എടുത്തിട്ട് നമ്മളൊരു സാധനത്തിന് ഗ്രോ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഇടയിൽ ആൾക്കാർ ചെറിയ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർക്ക് ആ ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് സമ്പാദിച്ചിട്ട് ലൈഫിൽ കാര്യമില്ല. ബുക്ക് മൈ ഷോക്കാരോട് പറഞ്ഞത് നിങ്ങൾ നമ്പേഴ്സ് നോക്കണത്, നിങ്ങൾ പറയുന്നത് റൈറ്റും ആണ്, ശരിയാണ്. ഇത് ഉപയോഗിക്കുന്നവന് ബിസിനസ്പരമായിട്ട് ചിന്തിക്കുമ്പോൾ ശരിയാണ്. എക്സാക്ട്ലി. അപ്പോൾ ഇത് മിസ്യൂസ് ചെയ്യുന്നവർ ചെയ്തോട്ടെ, ആ നഷ്ടം നമ്മൾ തയ്ക്കാൻ തയ്യാറാണ്. നിങ്ങൾ അതിലും കൂടി നിങ്ങൾ ഇനി ലാഭം നോക്കല്ല, കാരണം അവരെ കമ്മീഷനും കുറേ 3 ക്യാൻസലേഷൻ വരുമ്പോൾ അത് നിങ്ങൾ നോക്കരുത്. നമ്മളിവിടെ പൈസ കളയാം. അപ്പൊ കയറിയ ആൾക്കാരും ഒക്കെ ചെയ്തോട്ടെ. ഒരാളെ പോലും കയറാത്ത ഒരാളെ പൈസ നഷ്ടപ്പെടരുത്. അതാണ് നമ്മളെ മെയിൻ അജണ്ട. അതിന്റെ ഇടയിൽ കയറിയവനും അത് യൂസ് ചെയ്യുന്നവരും ചെയ്തോട്ടെ. അത് ആത്മാർത്ഥമായിട്ട് അതിന്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ഒരുത്തൻ, അവന് എന്തെങ്കിലും ഒരു മനുഷ്യർ ഹ്യൂമൻ ആണെങ്കിൽ ഹി വിൽ നെവർ ഡു ദാറ്റ്. ശരിയാണ്. വിശ്വാസമാണ്. ഞാൻ അത്രയും മാസത്തെ ഹാർഡ് വർക്കാണ്, അത്ര ഉറങ്ങാത്ത രാത്രികളാണ് ഞാനെന്നല്ല, ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ടു മേക്ക് ദിസ് ഹാപ്പൻ. ആ ഒരു 4 മണിക്കൂറിൽ നിങ്ങൾ കണ്ട അവിടുത്തെ സാധനം നിങ്ങൾക്ക് അത്ഭുതമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ദിവസങ്ങളോളം മാസങ്ങളോളമുള്ള ഹാർഡ് വർക്കാണ്.
ഇതുള്ളത് കൊണ്ട് തന്നെ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. വോട്ടെവർ പൈസ പോണത് പോട്ടെ, പൈസ ഒരാൾ പറയരുത് ഇവിടെ സ്കാം ആയിരുന്നു, ഇവിടെ പറ്റില്ല. എന്നെ അറിയുന്നവർക്ക് അറിയാം, ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഇവിടെ ലാഭം കണ്ടിട്ടല്ല വന്നിട്ടുള്ളത്. ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പാഷനാണ്. എന്നെ ചുറ്റുപാട് കോഴിക്കോടുള്ളവർ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഇതൊന്നൊരു ആളുകൾ നാളെ ഒരു സാധനം പറയരുത്, അതൊരു കുറവായിട്ട് കാണരുത്. അങ്ങനെ പൈസ നമ്മൾ തിരിച്ചു കൊടുത്തപ്പോൾ തന്നെ എല്ലാവരും ഹാപ്പിയായി. മിസ്റ്റേക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്, അത് നമ്മൾ പറയാന്നുള്ളതാണ്. അപ്പോൾ പഠിച്ച് നമ്മൾ ലേണിങ്സ് ആണ്. ഈ സ്കെയിലിൽ 15,000 കപ്പാസിറ്റിയിൽ നമ്മൾ ചെയ്യുന്ന ആൾ 30,000 എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഡബിൾ സൈസിൽ മാനേജ് ചെയ്യണത്. അപ്പോൾ പിന്നെ ഇത്രയും ഗസ്റ്റിനെ കൊണ്ടുവരണം, ഇത്രയും ആളുകളെ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്തായ കുറേ കാര്യങ്ങൾ പുതിയ പഠിക്കുന്നുണ്ട്. അടുത്ത വർഷം എനിക്കറിയാം എന്താണ്, എവിടെയാണ് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളത്, എവിടെയാണ് നമ്മൾ അലേർട്ടായിട്ട് നിൽക്കണം, എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഹൗ ടു ഗിവ് ബെറ്റർ എക്സ്പീരിയൻസ് ഫോർ നിങ്ങളുടെ ഉള്ളിൽ ഇന്ന് ഈ വർഷം കണ്ട ആൾക്കാർക്ക് ഇനിയും അടിപൊളി സാധനം എന്താണ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതിന് വേർഷൻ 2ലേക്കാണ് ഞാൻ പോകുന്നത്. സോ ദിസ് ഈസ് ഹൗ മൈ ഈവൻറ്റ്സ് ലൈഫ്. വേറെ ഈ നമ്മൾ ചെയ്യുന്ന ഇവൻ്റ് അല്ലാതെ വേറെ ഇവൻറ്റുകളൊന്നും ചെയ്യണില്ല. ഇത് നമ്മൾ തന്നെ ചെയ്യാം, ഇത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്ക് നമ്മൾ തന്നെ ചെയ്യണം. അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡിൽ പറയല്ല, ഇത് അത്ര ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ ചെയ്യേണ്ട ആളുകൾ നമ്മളാണെന്നും ഈ ഇൻഡസ്ട്രിക്ക് വേണ്ട രൂപത്തിലുള്ള പ്ലേസ്മെന്റുകൾ, ഇപ്പോൾ ഒരു ബൈക്ക് റേസ് എന്നുള്ളത് പറയുന്നതിന് പകരം പീപ്പിൾ നൗ സ്റ്റാർട്ടഡ് ടോക്കിംഗ് സൂപ്പർ ക്രോസ്. ഇതാണ് ടേം എന്ന് പറയുന്നത്, സൂപ്പർ ക്രോസ് റേസിംഗ് ആണ്. അല്ലാതെ ബൈക്ക് റേസ് എടുക്കുന്നുണ്ട്, ബൈക്ക് റേസ് ഇല്ല, ആ ടേംസ് ആൾക്കാർ പറയാൻ തുടങ്ങി എന്നുള്ളതാണ് എൻ്റെ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്. ആൾക്കാർ അങ്ങനെ വർഷം പറയുമ്പോൾ തന്നെ എനിക്ക് ഹാപ്പി ആയി. അപ്പോൾ ആൾക്കാർ ഇതിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് തുടങ്ങി. ദേ ആർ അവെയർ ഓഫ് വാട്ട് ഇസ് സൂപ്പർ ക്രോസ് റേസിംഗ്. ആ സാധനങ്ങൾ ഇത്ര ഒബ്സ്റ്റിക്കിൾ ഉണ്ടാവും, ഇങ്ങനെ ചാടൂ, റൈഡേഴ്സ് ഇങ്ങനെ പോവാ, എല്ലാവരും ഞാൻ പറയാ ഹൂപ്സ്, ടേബിൾ ടോപ്പ്, ഇതൊക്കെ ആൾക്കാർ പറയാൻ തുടങ്ങി. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 10 വർഷം കൊണ്ട് ഇവിടെ കേരളത്തിൽ നല്ല കുട്ടികൾ ഉണ്ടാവും. ഈ കുട്ടികൾ ദേ വിൽ ഗോ ടു ഇന്റർനാഷണൽ റേസേഴ്സ്. അവർ ആ റേസുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കുള്ള യാത്ര ഇനി അത്ര ദൂരല്ല. സോ എന്താണ് ഇതിൻ്റെയൊക്കെ മെയിൻ ഒരു മോട്ടീവ്, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി വിൽ ബ്രിങ് കേരള ബോയ്സ് അല്ലെങ്കിൽ കേരള കുട്ടികൾ ടു ഇന്റർനാഷണൽ റേസേഴ്സ്. ആൻഡ് ഓൺ ദ അതർ സൈഡ് വി വിൽ ബ്രിങ് ഇന്റർനാഷണൽ റേസേഴ്സ് ടു അവർ ഹോം ടൗൺ. അതായത് ഈ വേൾഡിൽ അറിയപ്പെടുന്ന എല്ലാ റേസുകളും അവർക്ക് കേരളത്തിൽ ഒരു റേസ് നടത്തണം, കൊണ്ടുവരണം എന്നുള്ള ഒരു പ്രതീതിയിലേക്ക് നമ്മൾ ഈ വരുന്ന വർഷങ്ങളെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. ആൻഡ് മോട്ടോർ സ്പോർട്സ് ദ മെക്ക ഓഫ് റേസിംഗ്, തൃശ്ശൂർ പറഞ്ഞ പോലെ വേൾഡിൽ തന്നെ അതൊരു മെക്ക ഓഫ് റേസിംഗ് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് നമ്മൾ കേരളത്തിന് എത്തിക്കാൻ സാധിക്കുന്നുള്ള ഭയങ്കരമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ട്. വിത്ത് ഓൾ ദ സപ്പോർട്ട് ഫ്രം അവർ ഫാൻസ് എന്ന് പറയേണ്ട നമ്മളെ ഫാമിലി നമുക്ക് പറയാം. അവരെല്ലാവരും ഉള്ളതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി. എവറിബഡി ഈസ് വെരി സിൻസിയർ. ഇവിടെ ഭയങ്കര ഭ്രാന്തന്മാരാണ് സത്യത്തിൽ. അല്ല, ഭയങ്കര അതായത് അവർക്ക് നല്ല അറിവുള്ള ആളുകളാണ്. ഇവിടുത്തെ ഒരു കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ മുംബൈയിലും ഡൽഹിയിലൊക്കെ കാണുന്ന പോലെ കച്ചറ കുറേ ലൈറ്റ് വെക്കൽ പരിപാടിയല്ല. ഭയങ്കര ആർട്ടാണ് ഒരു വണ്ടി കസ്റ്റം ചെയ്യാന്ന് പറയുന്നത്. അത് നിങ്ങൾ ഇന്ത്യയിൽ എവിടെ ട്രാവൽ ചെയ്യുമ്പോൾ കേരളം എന്നാന്ന് പറയുമ്പോൾ കേരളയിലെ ആൾക്കാരെ വണ്ടി കസ്റ്റമൈസേഷൻ ഇസ് ആക്ച്വലി വെൽ നോൺ ആണ്, എല്ലാവർക്കും അറിയാം. അത് ഒരു കഥ ഉണ്ടാവും ആ വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് ഓരോ വണ്ടീന്റെ ഔട്ട്പുട്ട് വരും. വെറുതെ കുറെ സാധനം ഫിറ്റ് ചെയ്യലല്ല. ഇത് തന്നെ നമ്മളൊരു സക്സസ് ആണ്. ഇനി കൂടുതൽ ഇവന്റ്സുകൾ നമുക്ക് കേരളത്തിലേക്ക് ഇൻഷാല്ലാ കൊണ്ടുവരാൻ പറ്റട്ടെ. വിത്ത് ഓൾ യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് സപ്പോർട്ട് പൊളിക്കണം. അതെ, അപ്പൊ നമുക്ക് പൊളിക്കണം. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സ് നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ റേസിംഗ് ഇവൻറ്റ്സ് ജേണികളൊക്കെ ആയിട്ടുള്ളത്. ആൻഡ് വി ഹോൾഡ് നമ്മളെ ഇന്ത്യയിലെ വാൻഡലോസ് മോട്ടോർ സ്പോർട്സ് ആസ് എ ടീം കഴിഞ്ഞ വർഷം നമുക്ക് 4 നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ട്.
മോട്ടോർ സ്പോർട്സ്. നിങ്ങൾക്കൊരു ടീമും ഉണ്ട്? നമുക്ക് ടീം. പക്ഷെ മറ്റേ നിങ്ങൾ ടീം ഈ സൂപ്പർ ക്രോസിൽ സൂപ്പർ ക്രോസിൽ റേസിംഗ് ടീമില്ല. സൂപ്പർ ക്രോസിൽ ഓൾ ഫോറിൻ റൈഡേഴ്സ് അല്ലേ. നമുക്ക് ആകെ 2 ഇന്ത്യൻ റൈഡേഴ്സ് ഉള്ളൂ, ബാക്കി ഫുള്ള് ഫോറിൻ റൈഡേഴ്സ്. നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഇന്ത്യൻ റേസിംഗിലായിട്ടുള്ള MRF സൂപ്പർ ക്രോസിലും അതിലെല്ലാം നമ്മൾ റേസിംഗ് ടീമാണ് ഉള്ളത്. നമുക്ക് 4 നാഷണൽ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ വർഷം നമുക്ക് 6 റേസേഴ്സ് നിലവിൽ ബാൻഡോസ് മോട്ടോർ സ്പോർട്സിനുണ്ട്. ഇപ്പോഴും നാഷണൽ ചാമ്പ്യൻഷിപ്പ് പോയിന്റ്സ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമാണ്. ഇതാണ് അതർ സൈഡിൽ നമുക്ക് ഉള്ളൊരു സാധനം. അതായത് നിങ്ങളോട് ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞാല് ഇനിയിപ്പൊ നിങ്ങളെ ടീമിനോട് സംസാരിക്കും. ഈ F1 റേസിംഗ് പോലത്തെ വേറെ സാധനമാണല്ലോ. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ യൂട്യൂബ് കരിയറിനെ കുറിച്ച് സംസാരിക്കണം. അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങളെ കാണുമ്പോ ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഇവിടെ ഇപ്പം തന്നെ ഓഡിയൻസ് ആയിരിക്കും ഇത് ഇവന് കഥ പറഞ്ഞ് തീരുന്നില്ലല്ലോ എന്ന്. സോ താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ടു ഇക്കോം ഷോ. സോ വീണ്ടും പാക്കല നിങ്ങൾ വീണ്ടും വീണ്ടും കോഴിക്കോടേക്ക് തന്നെ വരും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദുബായിൽ ചെയ്യാം. അതെ, ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. സി യു.